ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം പങ്കുവച്ച് പ്രാർത്ഥിക്കുന്നത് ഫാദർ സജി തെക്കേ കൈതക്കാട്ടാണ്. അച്ഛൻ്റെ വീട്ടുപേര് CMI സഭാംഗമാണ്. അച്ഛന് ജീവസ് എന്ന സ്പിരിച്വൽ സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് ആലുവായിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ യുവജനങ്ങളുടെ ഇടയിലാണ് ഏറെക്കാലം ശുശ്രൂഷ ചെയ്തത്. ഈ കാലയളവിലും യുവജനങ്ങളുടെ ഇടയിൽ ക്രിസ്തുവിനെ കൊടുക്കുവാൻ അവരുടെ ഫോർമേഷന് വേണ്ടി ധാരാളമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. വിവിധ ധ്യാന ശുശ്രൂഷകൾക്ക് അച്ഛൻ നേതൃത്വം വഹിച്ചു കൊണ്ടിരിക്കുന്നു. കാനഡയിലേക്ക് സഭ പടുത്തുയർത്തുവാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അച്ഛൻ്റെ സേവന സഭയ്ക്ക് ഏറെ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. നമുക്ക് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടു കൂടി വചനവേദിയിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഈശോയുടെ രക്ഷകര നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഈ വചന ശുശ്രൂഷയിലേക്ക് ആദ്യമതിനച്ഛൻ സ്വാഗതം ചെയ്യാം. ജെറമി പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 16 വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. ഒന്ന് വലുതായി ഉയർത്തി പഠിക്കാമോ? നമുക്ക് ഉറക്കേറ്റ് പറയാം. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. ഇന്നത്തെ ഈ അനുഗ്രഹ നിമിഷങ്ങളിൽ അച്ഛന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള വചന സന്ദേശം എന്ന് പറയുന്നത് ഈ വചനവുമായി ബന്ധപ്പെട്ടാണ്. കരച്ചിൽ നിർത്ത്, കണ്ണീർ തുടയ്ക്ക്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയാമോ? കരച്ചിൽ നിർത്ത്, കണ്ണീർ തുടയ്ക്ക്, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. ഇത് പറയുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അല്ലേ, അത് പറയുന്ന വചനത്തിനൊരു ശക്തിയുണ്ടെന്നറിയാം അല്ലേ. നിന്റെ ഭാവി എന്താണെന്ന് പറഞ്ഞ് ഉറക്കെ പറയാമോ? വലുതിരുത്തിട്ട് പറഞ്ഞ്, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. ഈ സമയം ലോകമെമ്പാടും ഈ ഷാലോം TV ഈ നൈറ്റ് വിജിൽ പങ്കെടുക്കുന്ന ഓരോ മകനോടും മകളോടും ഈശോയ്ക്ക് പറയാനുള്ള ഈ നിമിഷത്തെ അനുഗ്രഹീത വചനവിതാണ്, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. അച്ഛന് കാനഡയിൽ മിസിസാഗ രൂപതയിൽ അവിടുത്തെ കത്തീഡ്രലിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദിവസം ഏകദേശം ഉച്ചയ്ക്ക് ഏകദേശം ഒരു 3 മണി സമയമായപ്പോൾ ഒരു പ്രായമായ ഒരു സ്ത്രീയും കുഞ്ഞും അങ്ങോട്ട് കടന്നു വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഈ മുത്തശ്ശിയും കുഞ്ഞും എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് ആ സ്ത്രീ, അച്ഛാ ഞാൻ മുത്തശ്ശിയല്ല കേട്ടോ, ഇതെൻ്റെ കുഞ്ഞാണ്. അപ്പം നല്ല പ്രായമാണ്, നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ അത്ഭുതത്തോടെ ആ സ്ത്രീയെ നോക്കുമ്പോൾ അവർ പറയാണ്, അച്ഛാ എനിക്ക് മനസ്സിലായി, അച്ഛൻ എന്നെ കണ്ടിട്ട് തീർച്ചയായിട്ടും ശരിയാണ്, മുത്തശ്ശീനെ പോലെ തോന്നും. ശരിയാണ്, പ്രായമൊക്കെ ഉണ്ട്, പക്ഷേ ഈ കൊച്ച് എൻ്റെതാണ്. എൻ്റെ അത്ഭുതത്തോടുള്ള നോട്ടം കണ്ടപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, അച്ഛാ 2-3 വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഏക സഹോദരനെ വിളിച്ച് പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് വരികയാണ്, നീ വന്ന് നെടുമ്പാശ്ശേരി വന്ന് എന്നെ പിക്ക് ചെയ്യണം. നീ വരുമോ എന്ന് ചോദിച്ചു. അവൻ വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ വന്നു. ഭർത്താവുമുണ്ട്, ഈ സ്ത്രീയുമുണ്ട്. അവർ അവിടെ വന്നതിന് ശേഷം സഹോദരനെ വിളിച്ചു. അവൻ പറയുകയാണ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചി, വെയിറ്റ് ചെയ്യാം. പക്ഷേ ഈ സ്ത്രീ ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും സഹോദരനെ കാണാനില്ല. അത് 2 മണിക്കൂറായി, 3 മണിക്കൂറായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നാട്ടുകാരവിടെ വരികയാണ്. ഈ നാട്ടുകാർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ചോദിച്ചു, എൻ്റെ സഹോദരനാണല്ലോ വരാമെന്ന് പറഞ്ഞത്, അവൻ എന്തേ? അവർ പറഞ്ഞു, അതൊക്കെ പറയാം, വാ കയറ്. അങ്ങനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. വീടിനടുത്തേക്ക് വരും തോറും അവർക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ട്. നാട്ടുകാരെല്ലാം വീടിന് ചുറ്റും കൂടിയിരിക്കുകയാണ്. വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ മനസ്സിലായി, ആരൊരാൾ വന്ന് പറയുകയാണ്, ഈ സഹോദരിയെ പിക്ക് ചെയ്യാൻ വേണ്ടി നെടുമ്പാശ്ശേരിയിലേക്ക് വരുന്ന വഴി
അങ്കമാലി അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ആ സഹോദരൻ ഒരു ആക്സിഡൻറ്റിൽ ഓൺ ദ സ്പോട്ടിൽ മരിക്കുകയാണ്. വിവരം അറിഞ്ഞ നിമിഷം മുതൽ ഈ സ്ത്രീ പിന്നെ ഒരൊറ്റ വാക്കും പറഞ്ഞിട്ടില്ല, ഒന്നും കരഞ്ഞു പോലുമില്ല. നാട്ടുകാർക്കെല്ലാം അത്ഭുതമായി, ഈ സ്ത്രീ ഇത്രയ്ക്കും ക്രൂരയാണോ, ഒന്നും കരയുന്നു പോലുമില്ലല്ലോ. വീട്ടിലെ കർമ്മങ്ങൾ കഴിഞ്ഞു, ദേവാലയത്തിലേക്ക് വന്നു. അവസാനത്തെ കർമ്മം സെമിത്തേരിയിലാണെന്ന് നമുക്കറിയാം. ജനങ്ങളെല്ലാം ഒരുപിടി മണ്ണ് ആ ശവമഞ്ചത്തിലിട്ട് പോവുകയാണ്. ഏറ്റവും അവസാനം വന്നത് ഈ സ്ത്രീയാണ്. ആ ഒരു പിടി മണ്ണ് ശവമഞ്ചത്തിലിട്ട് പിന്നീട് കാണുന്ന കാഴ്ച, ഇവൾ അവിടുന്ന് പെട്ടെന്ന് ഒറ്റ ഓട്ടാണ്. ഇവൾ എങ്ങോട്ടാണ് ഓടുന്നത് ആർക്കും മനസ്സിലായില്ല. പുറകെ കുറച്ച് പേര് ഓടി. പക്ഷെ അവൾ ഓടിച്ചെന്ന് കയറിയത് ദേവാലയത്തിലേക്കാണ്. ഈ ദേവാലയത്തിലേക്ക് ചെന്നിട്ട് ദേവാലയത്തിന് ഉള്ളിലുള്ള ബലിപീഠത്തിന് മുമ്പിൽ നിന്നിട്ട് അവൾ മുകളിലേക്ക് നോക്കി. അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഈശോയുടെ ക്രൂശിത രൂപമുണ്ട്. ആ രൂപത്തെ നോക്കിയിട്ട് അവൾ അലറി പറയുകയാണ്, യു ആർ എ ചീറ്റർ, നീ വഞ്ചകനാണ്, നീ ചതിയനാണ്, നിന്നെപ്പോലെ ഒരു ദൈവത്തെ എനിക്ക് ആവശ്യമില്ല. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 10-30 വർഷമായി, എനിക്കൊരു കുഞ്ഞിനെ നീ നൽകിയില്ല, അതിനെനിക്ക് പരാതിയില്ല. പക്ഷെ നീ എന്തിനാണ് എൻ്റെ ഏക ആങ്ങളെ നീ തട്ടിയെടുത്തത്? ഇത്രയ്ക്കും ക്രൂരനായ ഒരു ദൈവത്തെ എനിക്ക് ആവശ്യമില്ല, യു ആർ എ ചീറ്റർ, ചതിയൻ. പിന്നീട് അവൾ ആ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. സഹോദരൻ്റെ 7-നോ 40-നൊന്നും അവൾ പങ്കെടുത്തില്ല, അവൾ പള്ളി വന്നില്ല. പിന്നീട് ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ട് അവൾ കാനഡയ്ക്ക് പോയി. പക്ഷെ കാനഡയിൽ ചെന്ന് ഏകദേശം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പ്രഗ്നൻ്റ് ആവുകയാണ്. അന്ന് ഞാൻ കാണുമ്പോൾ ആ സ്ത്രീ അവിടെ വന്നത് സമയം 3 മണി സമയമാണ്. ആൾ വന്നത് ആ ദേവാലയത്തിൽ വന്ന് കരുണയുടെ മണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാനാണ്. അവൾ പറയുമായിരുന്നു, അച്ഛാ, അന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ എനിക്കറിയാം, പറയാൻ കൊള്ളില്ലാത്ത വാക്കുകളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ വാക്കുകൾ കർത്താവിനെ വേദനിപ്പിച്ചോ എന്ന് എനിക്കൊരു സംശയം. കാരണം ഞാൻ പറയുകയുണ്ടായി, നീ ചതിയനാണ്, വഞ്ചകനാണ്, നിന്നെപ്പോലൊരു ദൈവത്തെ എനിക്ക് ആവശ്യമില്ല. പ്രിയമുള്ളവരെ, അവളുടെ വാക്കുകൾ തീർച്ചയായിട്ടും കേൾക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും, അത്രയേറെ വെറുപ്പ് ദൈവത്തോടുണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, അവൾ പറഞ്ഞു, 10-30 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ പോലും നീ നൽകിയില്ല, ഞാൻ ചോദിച്ചുമില്ല, എനിക്കതിന് പരാതിയില്ല. പക്ഷെ നീ എന്തിനാണ് എൻ്റെ ഏക ആങ്ങളെ തട്ടിയെടുത്തത്? ദൈവം പകച്ചുപോയോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം അവൾ ചോദിച്ചത് അവളുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നുള്ള ഒരു യാചന പോലെയാണ്. തീർച്ചയായിട്ടും അതൊരു പ്രാർത്ഥന തന്നെയാണ്. നമുക്ക് തോന്നും ദൈവത്തോടുള്ള വെറുപ്പുകൊണ്ടാണെന്ന്. പക്ഷെ തീർച്ചയായിട്ടും വെറുപ്പ് അവളുടെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ട്. പക്ഷേ അവളുടെ ആ ചോദ്യം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഉള്ളിൽ ആഞ്ഞു പതിച്ചിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 7:13 വചനം പറയുന്നുണ്ട് ഇങ്ങനെയാണ്, ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ജനത്തിൻ്റെ കൃഷി നശിപ്പിക്കാൻ വെട്ടുകിളിയെ നിയോഗിക്കുകയോ ജനത്തിനിടയിലേക്ക് മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി എന്നോട് പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗ്ഗം പിന്തിരികയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സ്വർഗ്ഗത്തിൽ അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ പാപം ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമായി അനുഗ്രഹിക്കുകയും ചെയ്യും. തുടർന്ന് വചനം പറഞ്ഞത് എങ്ങനെയാണ്, എവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് ഈ ശാലോം ടിവിയുമായി ബന്ധപ്പെട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ ആലയത്തിൽ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം, ഹൃദയത്തിലുണ്ടാവണം, നമ്മുടെ അധരങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും ഒരു ബോധ്യമുണ്ടാവണം. കാരണം ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ദൈവം കേൾക്കുന്നുണ്ട് നിന്റെ പ്രാർത്ഥന, ദൈവം ശ്രവിക്കുന്നുണ്ട് നിന്റെ നീരോധനങ്ങൾ, നിന്റെ ആത്മാവിൻ്റെ നെടുവീർപ്പവൻ കാണുന്നുണ്ട്, നിന്റെ അലച്ചിൽ നാം കാണുന്നുണ്ട്, എണ്ണിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ഇവിടെ നിൽക്കുക. പ്രിയപ്പെട്ട മകനെ മകളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ ശമിക്കുമ്പോൾ ഓർക്കുക, നിന്റെ പ്രാർത്ഥനകൾക്ക് നേരെ കണ്ണും കാതും ജാഗരൂകമായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ നിമിഷം നീ ആയിരിക്കുക. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വലതിരി ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ വചനം ഒന്ന് പറയാമോ? കർത്താവ് അരുളി ചെയ്യുന്നു,
കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തൂ, കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 60-ാം അധ്യായത്തിൽ 1-ാം വാക്യമുണ്ട്, ഉണർന്നു പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നോക്കി പറയാമോ? ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇതൊരു സന്തോഷമായ വാർത്തയാണ്. കർത്താവിന്റെ മഹത്വം, അവിടുത്തെ പ്രകാശം നമ്മുടെ മേൽ ഉദിച്ചിരിക്കുകയാണ്. എഫെസ്യർക്ക് ലേഖനത്തിൽ പൗലോസ് 5-ാം അധ്യായം 14 പറയുന്നുണ്ട്, ഉണർന്നെഴുന്നേൽക്ക്, മരിച്ചവരിന്ന് ഉയർത്തെഴുന്നേൽക്ക്, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇവിടെ ഈ ആലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നീ ഉണർന്നെഴുന്നേൽക്ക്, കാരണം നിന്റെ ഭാവി പ്രത്യാശപരമാണ്. പ്രിയപ്പെട്ടവരെ, 2 കൊറിന്തോസ് 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വളരെ മനോഹരമായൊരു വചനമാണ്, നമ്മളെ അത്ഭുതപ്പെടുത്തും. പൗലോസിനെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം വളരെ വ്യക്തമായിട്ട് പേഴ്സണലായിട്ട് പറയുകയാണ്, ആ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിവിൻ. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിവിൻ. കാരണം യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് ഇന്നവരെ ബോധ്യപ്പെട്ടിട്ടില്ലേ? യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്ക് ഇന്നുവരെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഓർക്കുക, നീ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉള്ളിൽ യേശു ക്രിസ്തു ഉണ്ട്, അത് സത്യമാണ്. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ പൗലോസിലെ പഠിപ്പിക്കുന്നില്ലേ, യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, എൻ്റെ പ്രസംഗവും വ്യർത്ഥം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വലത് കൈ പറഞ്ഞേ ഹല്ലേലൂയ. ഉദ്ധിതനായ യേശു ക്രിസ്തുവിലാണ് നമ്മുടെ വിശ്വാസം. മരിച്ച ഒരു ദൈവത്തിലല്ല, എന്നും ജീവിക്കുന്ന ദൈവം. ആ ദൈവത്തിന് കണ്ണും കാതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആലയത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ ശ്രവിക്കുമ്പോൾ, പങ്കെടുക്കുമ്പോൾ ആ മഹത്വം നമ്മുടെ മേൽ ഉദിക്കട്ടെ, അവിടുത്തെ പ്രകാശം നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കട്ടെ. ഹൃദയം, മനസ്സും ആത്മാവെല്ലാം സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ജോബിന്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ 21 മുതലുള്ള വചനങ്ങൾ വളരെ മനോഹരമാണ്. വചനം പറഞ്ഞ എങ്ങനെയാണ്, നിങ്ങൾ ദൈവവുമായി രമ്യതരായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. ദൈവവുമായി രമ്യതരായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്ക് നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നിന്റെ കൂടാരത്തിന്റെ അനീതി നീ തുടച്ചു മാറ്റുക, സർവശക്തന്റെ സന്നിധിയിലേക്ക് നീ തിരിച്ചു വാ. തുടർന്ന് പറയാണ്, ഓഫിർ പൊന്നിനെ നദീ തടാകങ്ങളിലെ കല്ലുകളിലേക്ക് എറി, സ്വർണത്തെ പൊടിയിലെറി, എന്നിട്ട് സർവശക്തൻ നിനക്ക് സ്വർണമാകണം, വിലപിടിപ്പുള്ള വെള്ളിയുമാകണം. അപ്പോൾ നീ സർവശക്തൻ ആനന്ദിക്കുകയും അവിടുത്തെ നേരെ മുഖമൂർത്തിയും ചെയ്യും. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മകനെ, മകളെ, അവിടുത്തെ നേരെ മുഖമുയർത്താൻ പറ്റാത്തൊരു അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ദൈവവുമായിട്ട് രമ്യതരായിട്ടില്ല. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ദൈവത്തോട് പകയുണ്ടാകാം, വെറുപ്പുണ്ടാകാം, വിദ്വേഷമുണ്ടാകാം. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. ചില സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽ തളർന്നു പോകാം. ഒരുപക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഞാൻ ഓർക്കുകയാണ്, ഏകദേശം 1 വർഷം മുമ്പ് കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ സമയമാണ്. അപ്പോൾ ആ രാത്രിയിലൊരു ഫോൺ കോൾ, അച്ഛാ ഞങ്ങൾക്ക് ഇനി ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രത്യാശയില്ല, ഞങ്ങളുടെ വീട് ജപ്തിയിലാണ്, അച്ഛാ 30 കോടി കടമുണ്ട്, ഇതൊരൊറ്റ വഴിയുള്ളൂ, ആ പെരിയാർ പുഴയിൽ പോയിട്ട് എല്ലാം അവസാനിപ്പിക്കുക. ഏകദേശം ഒരു 11:30-12 മണിക്കിടയ്ക്കാണ് വിളിക്കുന്നത്. പേരൊക്കെ ചോദിച്ചു. അപ്പോൾ ഭാര്യയുമുണ്ട്, ഭർത്താവുമുണ്ട്, 2 പേരും അടുത്തിരിക്കുകയാണ്. ഭാര്യയാണ് എന്നെ വിളിച്ചത്. സാധാരണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം എന്താണ് നമുക്കുള്ള ഒരു ഉത്തരം. വീട് ജപ്തി, ഓക്കെ, 30 കോടി കടം, സാമ്പത്തികമായിട്ടും നല്ല ഉന്നതി നിന്നൊരു കുടുംബമാണ്. അവർ കാണുന്ന അവരുടെ ജീവിതത്തിൽ ഇനിയൊരു പ്രതീക്ഷയെന്ന് പറയുന്നത് എല്ലാം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്, അതും പെരിയാർ പുഴയിൽ. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആ പെരിയാർ പുഴയുടെ അടുത്ത് വളരെ മനോഹരമായൊരു ദേവാലയമുണ്ട്, ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും.
ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിൻ്റെ അടുത്ത് വളരെ മനോഹരമായ ദേവാലയം, അവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും ആ വഴിക്ക് പോണതല്ലേ, ഒന്ന് അവിടെ ഒന്ന് കയറിക്കോ. അച്ഛാ പറ്റുന്നില്ല, ഞങ്ങളുടെ മുമ്പിൽ എല്ലാം അടഞ്ഞ വാതിലുകളാണ്. സാധാരണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. 2 ചോദ്യങ്ങളെന്ന് പറയുന്നത് അത് പലപ്പോഴും ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ്. ഒന്ന് ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും നേർച്ചക്കടം വരുത്തിയിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു ഇല്ല അച്ഛാ. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾ ദശാംശം കൊടുക്കാറുണ്ടോ? ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ആ സ്ത്രീയുടെ അടുത്ത് നിൽക്കുന്ന ഭർത്താവ് വാവിട്ട് നിലവിളിക്കുകയാണ്, അച്ഛാ അതാണ് എൻ്റെ പ്രശ്നം, അച്ഛാ അത് മാത്രമാണ് എൻ്റെ പ്രശ്നം. ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, എന്താണ് അയാൾ അങ്ങനെ പറയാൻ കാരണം? അച്ഛാ ഒരു 3 വർഷം മുമ്പ് വളരെ മനോഹരമായിട്ട് ബിസിനസ്സൊക്കെ ആരംഭിച്ചു. അന്ന് ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ ഭർത്താവും ഉണ്ട്, മക്കളും ഉണ്ട്. ഞങ്ങൾ ഇടവക ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഭർത്താവ് പറയുകയുണ്ടായി, ദേ ബിസിനസ്സൊക്കെ ആരംഭിക്കുകയാണ് കേട്ടോ. വളരെ വ്യക്തിപരമായിട്ട് ദൈവമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ആ മനുഷ്യൻ. ദേ ഒരു കാര്യം, ഞാൻ എന്തൊക്കെ ചെയ്താലും ഈ ബിസിനസ്സിൽ ഞാൻ എത്രയൊക്കെ നേടിയാലും അതിൻ്റെ ദശാംശം മുഴുവൻ നിനക്കുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിനക്ക് എന്ത് തോന്നുന്നു? ഈ മനുഷ്യൻ ഇടവക ദേവാലയത്തിൽ ചെന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ബിസിനസ്സിൻ്റെ ദശാംശമെല്ലാം നിനക്ക് ഞാൻ തന്നോളാം എന്ന് പറഞ്ഞപ്പോൾ ഈ ദൈവം ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ദൈവം ഇതെല്ലാം കാണുന്നുണ്ടോ? നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആകാശങ്ങളിലിരിക്കുന്ന ബാവാ തമ്പുരാൻ അത് മുകളിലല്ലേ, ഇതൊക്കെ എങ്ങനെ കേൾക്കാൻ? അന്ന് സോളമനോട് ദൈവം പറഞ്ഞ വാക്കുകളാണ് ഞാൻ നേരത്തെ ഉച്ചരിച്ചത്. 2 ദിനവൃത്താന്തം 7:13, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. സ്വർഗത്തിലാണ് ദൈവം എന്ന് വിചാരിച്ച് നീ ഭൂമിയിൽ പറയുന്ന കാര്യങ്ങൾ അവിടുന്ന് കേൾക്കുന്നില്ല എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. സങ്കീർത്തനം 139 വായിച്ചു നോക്കിയേ, എല്ലാം അറിയുന്ന തമ്പുരാൻ നീ ഇരിക്കുന്നത്, നടക്കുന്നത്, കിടക്കുന്നത് എന്തിനേറെ ഒരു വാക്ക് നിന്റെ നാവിൽ വരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് അറിയുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വലിയ വാഗ്ദാനങ്ങളൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ ചെയ്തിട്ട് ആ മനുഷ്യൻ തന്നെ ബിസിനസ്സൊക്കെ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഭാര്യ പറയും, നമ്മൾ ദശാംശം കൊടുത്തില്ല കേട്ടോ. അതൊന്നും അദ്ദേഹം വലിയ വില കൊടുത്തില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ഒരു 3 വർഷം കൊണ്ട് നന്നായിട്ട് ഉയർന്നു, ബിസിനസ് വളർന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു അതിൻ്റെ പതനം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ മനുഷ്യൻ പള്ളിയിൽ പോയിട്ടില്ല, പ്രാർത്ഥിക്കാറില്ല. എന്തിനാ? എപ്പോഴും ചോദ്യമാണ്. ഭാര്യയോട് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെ ആയില്ലേ? അന്ന് രാത്രിയിൽ പിന്നീട് ആ മനുഷ്യനോടൊക്കെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആ മനുഷ്യൻ നന്നായിട്ട് തകർന്നിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് തീരുമാനിച്ചത്, 30 കോടി കടമല്ലേ, നമുക്ക് പോയിട്ട് പുഴയിൽ അവസാനിപ്പിക്കാം. കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, സാധിക്കുമെങ്കിൽ നാളെ തന്നെ ഒന്ന് പോയി കുമ്പസാരിക്കേ. എന്നിട്ട് ആ ദേവാലയത്തിൽ പോയിട്ടൊന്ന് ഇരിക്കേ. പറ്റുമെങ്കിൽ അടുത്തൊരു 3 ദിവസത്തേക്ക്, കാരണം ഇവരെന്നോട് പറയുന്നുണ്ട്, അച്ഛാ 3 ദിവസത്തിനുള്ളിൽ ജപ്തി ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മുഖരിങ്ങം ചെയ്യും, ഒരു 3 ദിവസം നിങ്ങൾ ആ ദേവാലയത്തിൽ പോയി ഇരിക്കണം. പറ്റുമെങ്കിൽ ഒരു 7 മണിക്കൂർ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കരുത്, ജപമാല ചെല്ലണം, വചനം വായിക്കണം. ആ 7 മണിക്കൂർ ആരാധന തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കണം, വേറെ എങ്ങോട്ടും പോകരുത്. പെട്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച അവിടെ പോയി ഇരിക്കാനുള്ള നേരമൊന്നുമില്ല. കാരണം എൻ്റെ ബിസിനസ് നടക്കുന്ന ആ സ്ഥലത്ത് ഇഷ്ടംപോലെ ആൾക്കാർ വരും, കടം മേടിച്ചിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ അവിടെ വരും. അവർ വന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഇത്രയും വലിയ പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നാണല്ലോ എന്നോട് പറഞ്ഞത് ആ പുഴയിൽ പോയി അവസാനിപ്പിക്കാമെന്ന്. എന്തായാലും ഒരു കാര്യം ചെയ്യും, ഈ 3 ദിവസം എങ്ങും പോകണ്ട, അവിടെ പോയിരിക്കും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി, ഞാൻ പറഞ്ഞ ആ വാക്കുകൾ അവർ ഹൃദയത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അവർ പോയിട്ട് ആ ആലയത്തിൽ പോയിരുന്നു 3 ദിവസം അടുപ്പിച്ച്. ആ 3-ാം ദിവസം രാത്രിയിൽ എന്നെ ഫോൺ വിളിച്ചിട്ട് പറയണം, അച്ഛാ ഞങ്ങൾ ഇപ്പോഴാണ് ഇമെയിൽ ചെക്ക് ചെയ്തത്. അപ്പോഴാണ് അവർ പറയുന്നത്, അച്ഛാ ഞങ്ങളുടെ ജപ്തി ഒരു 10 ദിവസം കൂടി നീട്ടിയിട്ടുണ്ട്. വലിയൊരു സന്തോഷ വാർത്തയാണ് വെച്ചാൽ 10 ദിവസം കൂടി. പക്ഷേ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? അച്ഛാ കുറച്ച് സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ 12 കോടി കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു 7 ദിവസം കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇനി നിർബന്ധിക്കില്ല 7 മണിക്കൂർ ഇരിക്കാൻ, പക്ഷെ പറ്റുമെങ്കിൽ സഹോദരൻ പോയിട്ട് 1 മണിക്കൂറെങ്കിലും ഇരിക്കണം. ഭാര്യയോട് പറഞ്ഞു, പറ്റുമോ ദേവാലയത്തിൽ പോയിട്ട് ഒരു 7 മണിക്കൂർ ഇരിക്കാൻ? ഞാൻ നിർബന്ധിക്കില്ല. പക്ഷെ ആ സഹോദരി പറഞ്ഞു, അച്ഛാ ഞാൻ ഇരിക്കാം.
എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ 1 മണിക്കൂർ ഇരിക്കാം, പക്ഷേ അച്ഛാ എനിക്ക് 7 മണിക്കൂർ ഇരിക്കാനാണ് തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ലൈവായിട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെർപ്പച്വൽ അഡോറേഷൻ ലിങ്കുണ്ട്, ഞാൻ പിന്നെ ഒരെണ്ണം അയച്ചു തരാം. ഞാൻ അയച്ചു കൊടുത്തു. ഈ മനുഷ്യൻ ചെയ്തത് തൻ്റെ ഓഫീസിൽ ഒരു മുറിയിൽ ടി വിയുമായിട്ട് കണക്ട് ചെയ്ത്, അതായത് മൊബൈൽ ഫോൺ ടി വിയായിട്ട് കണക്ട് ചെയ്തിട്ട് ആ യൂട്യൂബ് ചാനലിൽ നിത്യാരാധന ചാപ്പലുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ് അത് കണക്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യൻ ഓഫീസിലിരിക്കും, തുടർന്ന് അകത്തേക്ക് പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് 1 മണിക്കൂർ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് തന്നെ ഭാര്യ വിളിച്ച് പറഞ്ഞു, ദേ നോക്കിക്കേ ഈ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് പോകുന്നുണ്ട്, എന്ത് ചെയ്യാനാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഇനി വല്ലതും കടും കൈ ചെയ്യുമെന്ന് അറിയത്തില്ല. ഭാര്യ ചിരിച്ചിട്ട് പറഞ്ഞു അതൊന്നും ചെയ്യില്ല, ആ മനുഷ്യനോട് പ്രാർത്ഥിക്കുകയാണ്. ആ സ്റ്റാഫിന് അത് വലിയൊരു അനുഭവമായിരുന്നു. പ്രാർത്ഥിക്കൂ പ്രിയമുള്ളവരെയും. അവർ 7 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന കാഴ്ചയാണ് കണ്ടത്. അവരുടെ സ്ഥലം മേടിക്കുവാനായിട്ട് പല ആൾക്കാരും വരികയാണ്. പിന്നീട് അവർ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആ സ്ഥലം വിൽക്കുകയാണ്. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളിൽ ഒന്നാമത്തെ ഗഡു 12 കോടിയോളം രൂപ അവർക്ക് അടയ്ക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഏകദേശം 1 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടൊരു സാക്ഷ്യം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ 30 കോടി കടം അവിടെ പൂർത്തിയാകുകയാണ്. കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം, അനുഗ്രഹം, അഭിഷേകം ആ കുടുംബം സ്വന്തമാക്കി എന്നുള്ളതാ. എപ്പോഴെല്ലാം പ്രശ്നമുണ്ടോ അപ്പോഴൊക്കെ അവർ പോയിട്ട് ദിവ്യാനനാഥൻ്റെ സന്നിധി പോയി അടയിരിക്കുകയാണ്. 1 അല്ല 2 അല്ല 3 അല്ല 7 മണിക്കൂർ കുടുംബം മുഴുവൻ ഇരിക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞിടയ്ക്ക് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഇപ്പൊ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ഒന്ന് ഇരുന്നില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭാവി പ്രത്യാശഭരിതമാണ്. കരച്ച് നിർത്ത്, കണ്ണീർ തുടയ്ക്ക്, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന സഹോദരനോട് സഹോദരിയോട് ഒന്നുകൂടി പറയാമോ, മകളെ മകനെ കരച്ച് നിർത്ത്, ഒന്ന് പറഞ്ഞേ, കരച്ച് നിർത്ത്, കണ്ണീർ തുടയ്ക്ക്, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്ന ഈ വചനമുണ്ടല്ലോ, അത് ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഉള്ളിലെ കർത്താവുണ്ടെങ്കിൽ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ അവൻ നിന്നെക്കുറിച്ച് കരുതലുണ്ട്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ വായിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടാണ് കർത്താവിൻ്റെ മഹത്വം പലയിടങ്ങളിലും വെളിപ്പെടുന്നത്. നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെതായ പ്രശ്നങ്ങളിൽ പരിശുദ്ധമ്മ ഇടപെടുമ്പോൾ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ ജീവിതത്തിലെ അത്ഭുതം അടയാളമാണ്. അതായത് ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ആദ്യത്തെ സംഭവമാണ്. പക്ഷെ ആ സംഭവം അവിടെ നടക്കാൻ കാരണം നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഇടപെടുമ്പോഴാണ്. നിൻ്റെയും എൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ കർത്താവിൻ്റെ മഹത്വം പ്രകടമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിൻ്റെ ഭാവി പ്രത്യാശഭരിതമാണ് എന്ന് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ കുടുംബത്തിലെ ഇടപെടൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം പരിശുദ്ധ അമ്മ ഇടപെടുമ്പോൾ ക്രിസ്തു തന്നെ മുന്നിട്ടിറങ്ങുകയാണ്. പക്ഷെ നമുക്കറിയാം, പരിശുദ്ധ അമ്മയും മകനും തമ്മിലുള്ള സംസാരം അതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല. പരിശുദ്ധമ്മ നമുക്കറിയാം, ആ ഒരൊറ്റ വീട്ടിൽ അമ്മ ഓടി ചെന്നിട്ട് ആ കുറവ് കണ്ടുപിടിക്കുകയാണ്. നമ്മളൊക്കെ കുറവ് കണ്ടുപിടിക്കാൻ ഭയങ്കര മിടുക്കന്മാരാണ്. എവിടെയൊക്കെ കുറവുണ്ടോ ആ കുറവെല്ലാം ചെന്ന് സാധിക്കുമെങ്കിൽ മറ്റെല്ലാവരോടും ചെന്ന് പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പരിശുദ്ധ അമ്മ ചെയ്തത് ആ കുടുംബത്തിലെ കുറവ് കണ്ടുപിടിച്ചിട്ട് നേരെ ചെന്ന് ഈശോയോട് പറഞ്ഞു എന്നുള്ളതാണ്. നിനക്ക് നിന്റെ കുറവുകൾ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലെ കുറവുകൾ, നിന്റെ പ്രിയപ്പെട്ട കുറവുകൾ ഒന്ന് തമ്പുരാൻ്റെ സന്നിധി ചെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ ആ കുടുംബം ആ ആലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പലരും നോട്ട് ചെയ്തു. അവർ ചോദിച്ചു, എന്താ നിങ്ങൾ എപ്പോഴും വരുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ഈ സംഭവം എല്ലാം പറയുകയാണ്. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പലർക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. പിന്നീട് അവരെല്ലാവരും ആ ആലയത്തിൽ അടയിരുന്ന് അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തിയെന്നുള്ളതാണ്. ഒരു കുടുംബത്തെ കർത്താവ് ഉപയോഗിക്കുന്ന കാഴ്ച ഞാൻ കാണാൻ പറ്റി. ഒരു കാര്യം, നമ്മുടെയൊക്കെ കയ്യിൽ ജപമാലയുണ്ട്. ജപമാല അത് പരിശുദ്ധ അമ്മയുടെ താലിമാലയാണ്. ആ താലിമാല എന്ന് പറയുന്നത് വാഗ്ദാന പെടകമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഭാവി പ്രത്യാശഭരിതമാണെന്ന് ഉറപ്പിക്കാൻ സ്വർഗം നൽകിയിരിക്കുന്ന വലിയൊരു ആയുധമാണ് ജപമാല. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ നീ ആദ്യം ക്ഷണിക്കേണ്ടതും പരിശുദ്ധ അമ്മയാണ്. ഒരു കൊച്ചുകുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് വൈദികനാകാൻ താല്പര്യമുണ്ട്. അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ അതിനുള്ള കഴിവും നിനക്കില്ല, നിനക്ക് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. എങ്കിലും ഒരു കാര്യം ചെയ്യും മോനെ, നീ ജപമാല പിടിച്ചോന്നും പറഞ്ഞ് ആ മകൻ്റെ കൊടുക്കുകയാണ്. മകൻ അവസാനം വൈദികനായിട്ട് വന്നപ്പോൾ പറഞ്ഞു, മോനെ നിൻ്റെ വിശുദ്ധ കുർബാന അർപ്പണം കൊള്ളാം, പക്ഷെ നിനക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ല.
നീ ഒരു കാര്യം ചെയ്യണം, എല്ലാ ദിവസവും ജപമാല ചൊല്ലിക്കണം. പിന്നീട് മെത്രാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, മോനെ ജപമാല ചൊല്ലുന്നുണ്ടോ? ഉണ്ടമ്മേ. പിന്നീട് കർദിനാളായിട്ട് വന്നപ്പോൾ അമ്മ മരിച്ചുപോയി. പിന്നീട് ഏകദേശം 79-ാമത്തെ വയസ്സിൽ കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പയായിട്ട് ഈ മനുഷ്യൻ ഉയർത്തപ്പെടുകയാണ്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ടെൻഷനായി. ആ രാത്രി ഒരു വിധത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ പിറ്റേ ദിവസം കാണുന്നത് റോമിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ രൂപം. ഈ മനുഷ്യൻ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഈ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കുകയാണ്, വട്ടം പിടിക്കുകയാണ്. വട്ടം പിടിച്ചിട്ട് പറയാണ്, ഓ പരിശുദ്ധ അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ അമ്മ എന്നോട് കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. നിനക്ക് വഹിക്കാനാവാത്ത കുരിശുകൾ ആരെങ്കിലും നിന്റെ തോളത്ത് വെച്ച് തന്നു കഴിഞ്ഞാൽ ആ കുരിശ് കൊണ്ടുവന്നിട്ട് ഈ അമ്മയുടെ ചങ്കിലേക്ക് വെക്കുക, ഈ അമ്മയുടെ ചങ്കിലേക്ക് നീ നാട്ടി വെക്കുക. നോർക്കെ പറഞ്ഞേ ആവേ മരിയ. ആവേ മരിയ. രണ്ട് കാര്യം ഉയർത്തി പറഞ്ഞേ ആവേ മരിയ. ആവേ മരിയ. പ്രിയമുള്ളവരെ, അന്ന് നാട്ടി വെച്ചതാ. ആ നാട്ടി വെച്ചതോടുകൂടി കത്തോലിക്ക സഭയിൽ ഒരു പുതിയ പന്തക്കുസ്ത ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ച ജോൺ 23-ാം മാർപ്പാപ്പയായിരുന്നു. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതത്തിലെ കുരിശുകൾ അമ്മയുടെ ചങ്കിലേക്ക് ചേർത്ത് വയ്ക്കുക. ചാവറപ്പിതാവ് പറയും, മരണാവസ്ഥയിൽ ചോദിച്ചു, വൈദ്യരൊക്കെയുണ്ട്, ചുറ്റുപാടൊക്കെ ഉണ്ട്, ശിഷ്യങ്ങളൊക്കെയുണ്ട്, ഞങ്ങൾ എന്താ ഇനി ചെയ്യേണ്ടത്? കാരണം ഈ ചാവറപ്പിതാവ് പറയുന്നുണ്ട്, മരിക്കുന്നതിന് തൊട്ടുമുമ്പ് പറയാണ്, മാമോദീസ കിട്ടിയ പ്രസാദവരും ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല കേട്ടോ. മാമോദീസ കിട്ടിയ പ്രസാദവരും ഞാൻ ഇന്നേ വരെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ചാവറപ്പിതാവ് പറയാണ്, ആ മുറിയിൽ വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന തിരുക്കുടുംബത്തിൻ്റെ ചിത്രമുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് പറയാണ്, മക്കളെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ആത്മാവിനെ ഈ തിരുക്കുടുംബത്തിന് പ്രതിഷ്ഠിക്കുക, തിരുക്കുടുംബത്തിന് പ്രതിഷ്ഠിക്കുക. ഒന്ന്. രണ്ടാമത്തത്, ലോകമെമ്പാടും അൾത്താരയിൽ ഈശോ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ദിവ്യകാരുണ്യനാഥനെ നിങ്ങൾ ഹൃദയപൂർവ്വം സ്നേഹിക്കുക, ആരാധിക്കുക. തുടർന്ന് അദ്ദേഹം പറയാണ്, ആ ഈശോയുടെ തിരുഹൃദയത്തിനൊഴുകുന്ന തിരുരക്തം, തിരുജലം ആവോളം പാനം ചെയ്യുക. വലതുരുവർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ചാവറപ്പിതാവ് പറയാണ്, നമുക്കറിയാം കുടുംബ പ്രേക്ഷിതനാണ് ചാവറപ്പിതാവ്. ആ ചാവറപ്പിതാവ് തൻ്റെ മക്കളോട് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ദൈവിക വരപ്രസാദം കരകവിഞ്ഞൊഴുകുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ തിരുക്കുടുംബത്തിന് പ്രതിഷ്ഠിക്കുക. ആ കുടുംബത്തിന് പ്രതിഷ്ഠിച്ചാൽ നിങ്ങളുടെ കാര്യം അവർ നോക്കിക്കോളൂന്ന്. ആവിലയിൽ അമ്മത്രേസ്യുണ്ട്. അമ്മത്രേസ്യ താൻ സ്ഥാപിച്ച എല്ലാ മഠവും ഉണ്ടല്ലോ വിശ്വാസ പിതാവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ടായിരിക്കണം ചാവറപ്പിതാവും സ്ഥാപിച്ച ആശ്രമങ്ങൾക്കെല്ലാം പേരിട്ടത് വിശ്വാസ പിതാവിൻ്റെ നാമത്തിലാണ്. കൊച്ചുരേസ്യ പുണ്യവതി ഒരു ഏകദേശം 24 പ്രാവശ്യം ഇങ്ങനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, യവസപിതാവിൻ്റെ സ്തുതിക്കായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ ഇവർക്ക് സമർപ്പിക്കുക. ആ ഈശോയുടെ തിരുകൃതൊഴുകുന്ന തിരുജലം തിരക്ട് ആവോളം പാനം ചെയ്യും. കാരണം അവിടെ തുടങ്ങും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ, അവിടെ തുടങ്ങും നമ്മുടെ അനുഗ്രഹം. നമ്മുടെ ജീവിതത്തെ എന്ന് ഇവർക്ക് പ്രതിഷ്ഠിക്കുന്നുവോ അവിടെ നമ്മുടെ സഭ, നമ്മുടെ കുടുംബം, വ്യക്തി ജീവിതം അനുഗ്രഹിക്കപ്പെടും. മാമോദീസ ലഭിച്ച വരപ്രസാദം കരകവിഞ്ഞൊഴുകും. പ്രിയപ്പെട്ടവരെ, കനലെ കല്യാണ വിരുന്നിൽ അമ്മയുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇന്നോളം പല വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് കാണാൻ പറ്റും. ഒരു കുട്ടി ഇതുപോലെ തന്നെ സെമിനാരിൽ ചേർന്നതാണ്. പക്ഷേ രക്തസം പറഞ്ഞു, മോനെ നിനക്ക് ചുഴലി രോഗമല്ലേ, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് പറ്റുമെന്ന് തോന്നണില്ല. വൈദികനാകുമ്പോൾ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കൂല, നീ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോക്കൂ. പക്ഷെ പോണ സമയത്ത് ഈ വൈദികൻ രക്തസൻ ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു ജപമാല കൊടുത്തിട്ട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോ കേട്ടോ. ഇവൻ പോയി പ്രാർത്ഥിച്ചെന്നേ. ഇവരെല്ലാ ദിവസവും മണിക്കൂറുകൾ എടുത്ത് പ്രാർത്ഥിച്ചു. അവസാനം സഭയവതിയാണ്, വൈദികനാകുകയാണ്. കാരണം അവൻ്റെ ചുഴലി രോഗം കംപ്ലീറ്റ് മാറി. അവൻ മെത്രാനായി, കർദിനാളായി, എന്തിനേറെ മാർപ്പാപ്പയായിട്ട് മാറ്റപ്പെടുകയാണ്. മാർപ്പാപ്പയായിട്ട് ഉയർത്തപ്പെട്ടതിന് ശേഷം ആദ്യം ചെയ്തൊരു പ്രവൃത്തി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ സത്യം വിശ്വാസത്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അത് മറ്റാരുമല്ല, 12-ാം പീയൂസ് മാർപ്പാപ്പ. അമ്മയെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാവി പ്രത്യാശ ഭരിതമാണെന്ന് ഒന്നുറക്കെ പറഞ്ഞേ ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചുകുട്ടിക്ക് ചെറുപ്പം മുതൽ ഇതുപോലെ തന്നെ വൈദികനാ ഭയങ്കര ആഗ്രഹം. പക്ഷെ പാവപ്പെട്ട കുടുംബം, എന്ത് ചെയ്യാനാ? പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി സ്കോളർഷിപ്പ് ഇട്ട് കഴിഞ്ഞാൽ സെമിനാരിൽ ചേരാം. അവൻ ചെന്നിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം, അമ്മയെ എന്നെ ഒന്ന് സഹായിക്കണം. ഇവിടെ ഇരിക്കുന്ന പലരും ഒരു വിഷയം നമ്മൾ പലരുമായി ബന്ധപ്പെട്ട് വിദേശത്തും പല സ്ഥലങ്ങളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരുണ്ട്, പഠനം ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും പല തടസ്സങ്ങളല്ലേ. ഈ കുട്ടി ഇതുപോലെ പ്രാർത്ഥിക്കുകയാണ്. തണുപ്പ് കാലത്ത് ഇടാനുള്ള ഷൂ പോലും അവൻ്റെ കയ്യിലില്ല.
ഷൂ ഉണ്ടെങ്കിൽ തന്നെ തണുപ്പാലത്ത് ഇടിയല. അവനെന്ത് ചെയ്യും? ആ കൈ പിടിച്ചുകൊണ്ട് പോയിട്ട് സ്കൂളിൽ ചെന്നിട്ടാണ് ഷൂ ഇടുന്നത്. ആ തേഞ്ഞു പോയാൽ പോയില്ലേ. അത്രയ്ക്കും പാവപ്പെട്ടൊരു കുടുംബം, കഞ്ഞി കുടിക്കാനുള്ള വകയൊന്നുമില്ല. ശിവനുണ്ടല്ലോ, ഇവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് അവന് സ്കോളർഷിപ്പ് കിട്ടി, വൈദികനായി, മെത്രാനായി, കർദിനാളായി. പിന്നെ സഭ അറിയപ്പെടുന്ന ഏറ്റവും വലിയ വിശുദ്ധനായ മാർപ്പാപ്പയായിട്ട് മാറി. അത് മറ്റാരുമല്ല, 10-ാം പിയൂസാ. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരുവാൻ നീ ആദ്യം ഉപയോഗിക്കേണ്ട മാധ്യമം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈ പരിശുദ്ധ അമ്മയെ നീ ചേർത്ത് പിടിക്ക്, അവിടെ സ്വർഗ്ഗം ഇറങ്ങി വരും. നിന്റെ ഭാവി പ്രത്യാശ ഭരിതമാവും എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നീ കരച്ചു നിർത്ത്, കണ്ണീർ തുടയ്ക്ക്, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. നീ നിന്നെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക്, യൗസപിതാവിന്, ഈശോയുടെ ത്രികൃതനെ പ്രതിഷ്ഠിക്ക് എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് പറഞ്ഞേ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. കരച്ചിൽ നിർത്ത്, പറയേ, കരച്ചിൽ നിർത്ത്, കണ്ണീർ തുടയ്ക്ക്. നിന്റെ യാതനകൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. സഹോദര സഹോദരി, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ് എന്ന് പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ ഒത്തിരിയേറെ കർത്താവിൻ്റെ മഹത്വം പ്രകടമാകുന്ന അനുഭവങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം രാജസേവകൻ്റെ മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നത്. ഈ രാജസേവകൻ കർത്താവിൻ്റെ അടുത്തുനിന്ന് പറയുന്നു, ദേ എൻ്റെ മകൻ മരിക്കാൻ കിടക്കുക കേട്ടോ, ഒന്ന് വീട്ടിലേക്ക് വരണം. അപ്പോൾ കർത്താവ് പറയണം, നീ പൊക്കോ, അവന് സൗഖ്യം പ്രാപിക്കും. കർത്താവിൻ്റെ ചില സമയത്ത് ഇടപെടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. പുള്ളിക്കാരൻ അങ്ങനെയാണ്. ശതാധിപൻ ഒന്ന് ഓടി എന്ന് പറയണതേ എൻ്റെ ഭൃത്യൻ മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഈശോ പറയും, ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ ആ മനുഷ്യനെ പറയണേ, ദേ അങ്ങോട്ടൊന്നും വരണ്ട, നീ ഒരൊറ്റ വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കും. ഒരൊറ്റ വാക്ക്. പ്രിയപ്പെട്ട, ആ വാക്ക് വചനമല്ലേ? ഒരൊറ്റ വാക്കാൽ ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വാക്ക് വിശ്വസിച്ച് പോയില്ലേ? ആ രാജസേവകൻ, അവൻ്റെ മകൻ സൗഖ്യം പ്രാപിച്ചു. ശതാധിപൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കുകയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അത് ദൂരത്തിൻ്റെ മേലുള്ള ക്രിസ്തുവിൻ്റെ അധികാരം മഹത്വമാണ്. ദൂരത്തിൻ്റെ മേലുള്ള അധികാരം. കാനായിലെ കല്യാണം നമ്മൾ കാണുന്നത് എന്തെന്നറിയോ? അത് ഗുണമേന്മയുടെ മേലുള്ള അധികാരമാണ്. ക്വാളിറ്റി. ജീസസ് ഹാസ് ദ പവർ ഓഫ് ക്വാളിറ്റി. ഈ ആലയത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പക്ഷേ ഒത്തിരിയേറെ പാപത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയൊരു വ്യക്തിയായിരിക്കും നീ. ഒരു പക്ഷേ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നീ. പക്ഷെ എന്തൊക്കെ അവസ്ഥയായിക്കൊള്ളട്ടെ, അന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വക്കോളം നിറച്ച് വെച്ചപ്പോൾ ആ കൽപ്പനയുടെ പ്രത്യേകത അത് ശുദ്ധീകരണ കർമ്മത്തിന് വെക്കുന്ന കൽപ്പനയായിരുന്നു. വെള്ളം നിറയ്ക്കണം അവർ. നിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നീ വക്കോളം നിറച്ച് വെക്ക്. നിന്റെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഒരു പക്ഷേ നിന്റെ സഹനങ്ങൾ, ദുഃഖങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം നീ വക്കോളം വെക്ക് കർത്താവിൻ്റെ മുമ്പിൽ. അവൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞില്ലേ, അവൻ പറയുന്ന പോലെ ചെയ്യുക, നീ അതുപോലെ ചെയ്യുക. അവിടെ ക്രിസ്തു ഇടപെടും. ആ വക്കോളം നിറച്ച് വെച്ചതെല്ലാം അനുഗ്രഹമായി മാറി വെള്ളം വീഞ്ഞായി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഓരോ വിശുദ്ധ കുർബാനയിലും അൾത്താരയിൽ വീഞ്ഞ് രക്തമായിട്ട് മാറ്റപ്പെടുകയല്ലേ? നിന്റെ ജീവിതത്തെ കംപ്ലീറ്റ് മാറ്റാൻ അവന് സാധിക്കും എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ശതാധിപന്റെ ഭൃത്യനെ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത് ദൂരത്തിന്റെ മേലുള്ള അധികാരമാണ്. നിങ്ങളുടെ പലതരം ശിരസിലേക്കെന്ന് വെച്ചേ, നിങ്ങളുടെ ജീവിത പങ്കാളി, മകൻ അല്ല മക്കൾ വിദേശത്തായിരിക്കാം, ഇപ്പോൾ ഒരുപക്ഷെ ഭവനത്തിലായിരിക്കാം, യാത്രയിലായിരിക്കാം, ലോകത്തിൻ്റെ ഏതു ഭാഗത്തുമായിക്കൊള്ളട്ടെ, ഈ നിമിഷം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോ, ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നുവോ ആ വ്യക്തിയെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്. ഒരുപക്ഷെ രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാവാം, ഒരുപക്ഷെ വിസ തടസ്സമുണ്ടാകാം, ജോലി തടസ്സമുണ്ടാകാം, കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ടാകും, എന്തുമായിക്കോട്ടെ ഈ നിമിഷം ഈ അധികാരം ഉപയോഗിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഈ മകൻ, ഈ മകൾ, എൻ്റെ ജീവിത പങ്കാളി ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ, ഈ നിമിഷം കർത്താവിൻ്റെ കൃപ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ പ്രാർത്ഥന ഒരിക്കൽ കൂടി ബോധ്യത്തോടുകൂടി പറ. കാരണം നിങ്ങളിൽ ക്രിസ്തുവിനോടുള്ള വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. കാരണം ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലേ? യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് ജയിച്ചു, അല്ലെങ്കിൽ തോറ്റു. ദേ വലതുകരം ശിരസിൽ വെച്ചേ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. എന്താ, ദൂരത്തിൻ്റെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കണം. ഈ നിമിഷം എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ കർത്താവെ അങ്ങ് സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഈ മകൻ്റെ, ഈ മകളുടെ ജീവിതാവസ്ഥ എന്തുമായിക്കോട്ടെ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണം. നീ വിശ്വസിക്കേ,
ക്രിസ്തുവിന്റെ അധികാരം ഈ നിമിഷം ആ വ്യക്തിയിൽ വെളിപ്പെടും. വേണം ഈ സമയം നിങ്ങൾ നോട്ട് കുറിച്ചോ. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തി ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല ബോധ്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്റെ ഉള്ളിലുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയേ, കരച്ച് നിർത്ത്, കണ്ണീർ തുടയ്ക്ക്. നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ആ വചനം പറയുമ്പോണ്ടല്ലോ, അത് കേൾക്കുന്ന വ്യക്തി ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അത്ഭുതം നടക്കും. ഞാൻ ഓർക്കുകയാണ്, ഞാൻ തൃശ്ശൂർ സിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ധ്യാനം നടക്കുന്ന അവസരത്തിൽ ഞാനിങ്ങനെ ഈ അധികാരവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും അവരെ പഠിപ്പിച്ചുകൊണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു പ്രായമായ സിസ്റ്റർ എൻ്റെ അടുത്തേക്ക് വന്നു, ഓടി വന്നു. അച്ഛാ, അതേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കൊറോണ സമയമാണ്, എൻ്റെ ആങ്ങളുടെ മകൻ മരിക്കാൻ കിടക്കുകയാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ. ഓക്സിജൻ ലെവല് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം മരിക്കുമെന്ന് പറയാം. അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കുക, നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഈ ക്രിസ്തുവിൻ്റെ ഈ മഹത്വത്തിൻ്റെ അടയാളം, അതിൻ്റെ അധികാരം, ഇതെല്ലാം പഠിപ്പിച്ച് ഇറങ്ങി വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ഇപ്പോൾ എവിടെയാണ്? അവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റൽ. എന്തോരം പ്രായമുണ്ട്? 10-60 അടുത്തുണ്ട്, 55-60 ഇടയ്ക്കാണ്. ഓക്കെ, 3 മക്കൾ, ഭാര്യ. അച്ഛാ, ഇപ്പം മരിക്കും അച്ഛാ, ഒന്ന് പ്രാർത്ഥിക്കാവോ? ഈ സിസ്റ്ററിൻ്റെ അന്നേരത്തെ ആ ഒരു ആശങ്ക, അസ്വസ്ഥത മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഞാൻ വലതുകരം ആ സിസ്റ്ററിൻ്റെ ശിരസിൽ വെച്ചു. നിങ്ങളൊന്ന് വലതുകരം ശിരസിൽ വെച്ചേ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൂരത്തിൻ്റെ മേ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഈ സിസ്റ്ററിൻ്റെ ആങ്ങളുടെ മകനെ കർത്താവെ അങ്ങ് സുഖപ്പെടുത്തണമേ. നിങ്ങളൊന്നുകൂടി ബോധ്യത്തോടു കൂടി, യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ഈ നിമിഷം ദൂരത്തിൻ്റെ മേ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ഓക്കെ, എന്നിട്ടൊരു 3 പ്രാവശ്യം കുരിശ് വരച്ചേ. 3 പ്രാവശ്യം ആ വ്യക്തിയുടെ ശിരസിൽ നിങ്ങൾ മനസ്സിൽ കണ്ടെന്ന് കുരിശ് വരയ്ക്കി. കൈയെടുത്തോ. ഞാനിത് കഴിഞ്ഞ് ക്ലാസ് എടുക്കാനായിട്ട് പോയി ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഈ സിസ്റ്റർ ഓടി വരികയാണ്. അച്ഛാ, നിങ്ങൾ ഓടി ദൂരത്ത് വരും. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുഖത്ത് സന്തോഷം. അതെ അച്ഛാ, എന്തേ? നമ്മളന്ന് പ്രാർത്ഥിച്ചില്ലേ? ആ പ്രാർത്ഥിച്ച സമയമുണ്ടല്ലോ, ആ വ്യക്തി ഹോസ്പിറ്റലിൽ കണ്ണു തുറന്നു എന്നുള്ളതാണ്. കണ്ണു തുറന്നു എന്ന് കണ്ടതുകൊണ്ട് കൊറോണ വന്ന് പിന്നീട് ന്യൂമോണിയ ബാധിച്ച് മരണാസന്നനായി കിടന്ന നിമിഷത്തിൽ കണ്ണ് തുറന്നു എന്ന് കണ്ടതുകൊണ്ട് പിന്നീട് ആ വ്യക്തിയെ അവിടെ നിന്നും മറ്റൊരു പ്രസിദ്ധമായ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ പോണ വഴിക്കൊക്കെ ഈ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ബോധം തെളിയുമ്പോൾ അഞ്ചു മാതാവ്, അഞ്ചു മാതാവ്, അഞ്ചു മാതാവ്. ആർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ, ആരാണ് ഈ അഞ്ചു മാതാവ്? അപ്പം ഞാൻ പറഞ്ഞു, വേളാങ്കണ്ണി മാതാവ്, പൂണ്ടി മാതാവ്, വല്ലാവർപടം മാതാവ്, കൊരട്ടി മാതാവ്, ഇത് ഏതാണ് അഞ്ചു മാതാവ്? ഞാൻ ഗൂഗിളൊക്കെ അടിച്ചു നോക്കി, അങ്ങനൊരു മാതാവിനെ കുറിച്ച് കേൾക്കാനില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സിസ്റ്റർ, പിന്നെ കാണാമെന്ന് പറഞ്ഞു പോയി. പിന്നീട് ഞാനായിരുന്ന ആശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് കാനഡയിൽ അവിടുത്തെ മദറായിരുന്ന ഒരു സിസ്റ്റർ എന്നെ വിളിക്കുകയാണ്. അച്ഛാ, എൻ്റെ ബാച്ചുകാരി സിസ്റ്ററുണ്ട്. അച്ഛൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചില്ല, ആ വ്യക്തിയുടെ പെങ്ങളാണ് സിസ്റ്റർ. ആ സിസ്റ്ററിന് അച്ഛനോടൊന്ന് സംസാരിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു സംസാരിക്കാമല്ലോ, നമ്പർ കൊടുത്തു. അവരെന്നെ വിളിച്ചു. അച്ഛാ, ഒരു കാര്യം ചെയ്യാവോ, അച്ഛനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സിസ്റ്ററേ, ഈ കൊറോണ സമയത്ത് പല ധ്യാന ഗുരുക്കന്മാരും കൊറോണ വന്ന് മരിച്ചു. ഞാൻ ഈ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് കൊറോണ പിടിക്കും, എനിക്ക് പേടിയൊക്കെ ഉണ്ട്. ഞാനുള്ള കാര്യം പറഞ്ഞു. അച്ഛൻ എന്നാലും ഒന്ന് അച്ഛനോട് പ്രാർത്ഥിക്കാമോ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പ്രശ്നമായിട്ട് വന്നാലും അവർക്ക് കൊടുക്കുന്ന മരുന്നുണ്ട്. സാധാരണ 21 ദിവസമൊക്കെയാണ് അത് ചെയ്യിക്കുന്നത്. പക്ഷേ സിസ്റ്ററിനോട് ഇപ്പം എങ്ങനെ 21 ദിവസമൊക്കെ ചെയ്യാൻ പറയുന്നത്? ഒരു കാര്യം ചെയ്യാവോ സിസ്റ്റർ, ഒരു 21 മണിക്കൂർ പ്രാർത്ഥിക്കാവോ? എന്താ അച്ഛാ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരു 4 കൊന്ത വിശുദ്ധ കുർബാന. അയ്യോ അച്ഛാ, വിശുദ്ധ കുർബാനയ്ക്ക് എവിടെ പോകാനാണ്, കൊറോണയല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ലൈവായിട്ട് കണ്ടോ, യൂട്യൂബിൽ നോക്കിയാൽ മതി. 1 മണിക്കൂർ ആരാധന, അതിനെവിടെ പോവും? ഇപ്പം ഞാനൊരു ലിങ്ക് അയച്ചു കൊടുത്തു. പിന്നെ ഒരു കരണക്കൊന്ത ഉച്ചയ്ക്ക് 3 മണിക്ക് പറ്റുമെന്നൊക്കെ ചോദിച്ചു. സിസ്റ്റർ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഈ സിസ്റ്റർ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് കുടുംബത്തിലെ പലർക്കും അയച്ചു കൊടുത്തിട്ട് 21 മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം സിസ്റ്ററിനെ വിളിച്ച് പറയാം, അച്ഛാ, ഞങ്ങൾ 21 മണിക്കൂർ പ്രാർത്ഥിച്ചു. ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ. ഒരു സന്തോഷ വാർത്തയുണ്ട്, വെന്റിലേറ്റർ കിടന്ന ഞങ്ങളുടെ സഹോദരൻ ഇപ്പം മുറി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എന്താ അച്ഛാ, പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു,
എന്നൊരു കാര്യം കൂടി ചെയ്യാമോ? എന്തേ, ഒരു 21 മണിക്കൂർ കൂടി പ്രാർത്ഥിക്കാമോ? എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ സിസ്റ്റർ വീണ്ടും ഗ്രൂപ്പിലുള്ളവരോടൊക്കെ പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങി. പിറ്റേ ദിവസം വിളിച്ച് പറയാം, അച്ഛാ ഒരു കാര്യം പറയാനുണ്ട്, മുറിയിലേക്ക് വന്ന സഹോദരനെ ഒന്ന് കുമ്പസാരിക്കണം, പക്ഷെ പറ്റിയല്ല, എന്തോ ട്രക്യൂസ്റ്റമിയ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സ്വരമൊന്നും പുറത്തേക്ക് വരില്ല, അതുകൊണ്ട് അദ്ദേഹം എഴുതി കുമ്പസാരിക്കാൻ റെഡിയാണ്, അച്ഛന് പോകാവോ? അപ്പം ഞാൻ പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, ഒരു 21 മണിക്കൂർ കൂടി ചെയ്യാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, 21 മണിക്കൂറുണ്ടല്ലോ ഈ കുടുംബാംഗങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പിറ്റേ ദിവസം പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ചെയ്തു, ഞങ്ങളുടെ സഹോദരൻ റെഡിയാണ്. അങ്ങനെ ഞാൻ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. ഈ മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്, ട്രക്യൂസ്റ്റമിയൊക്കെ ചെയ്ത് സംസാരിക്കാൻ പറ്റിയല്ല, പക്ഷെ പേപ്പറിൽ ഇങ്ങനെ എഴുതി കൂട്ടിയിരിക്കുകയാണ്. ഞാൻ അതെല്ലാം ഇരുന്ന് വായിച്ചു, സമയമെടുത്തു, ഒരു 2.5 മണിക്കൂർ എടുത്ത കുമ്പസാരം. ഈ കുമ്പസാരമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അനോയിൻറ്റിങ് ഒക്കെ ചെയ്ത് വിശുദ്ധ കുർബാനയൊക്കെ എടുത്ത് പോരാൻ നിർത്തി. ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലാണ് കേട്ടോ, ഇവിടുത്തെ അച്ഛന്മാർ ഇഷ്ടം പോലെയുണ്ട്, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കണം, ഞാൻ പ്രാർത്ഥിച്ചോളാം, പറ്റുമെങ്കിൽ ജപമാല ചൊല്ലിക്കോളാം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ പിന്നീട് എൻ്റെ ഹൗസിൽ വന്നപ്പോൾ എന്നെ ഫോൺ വിളിച്ച് പറയുകയാണ്, ഈ കട്ടിലേക്ക് കിടന്നിട്ട് അങ്ങനെയൊന്നും നടക്കാൻ പറ്റാത്ത ഈ മനുഷ്യനുണ്ടല്ലോ കട്ടിന് ചുറ്റും നടക്കാൻ തുടങ്ങി. പിന്നെ 2 ആഴ്ചക്കുള്ളിൽ ഈ മനുഷ്യനെ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, എനിക്ക് അച്ഛനൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പറയാനാണ്? ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് കേട്ടോളാം. അല്ല അച്ഛൻ, എനിക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയണം. എന്താണ് ഇനി മാത്രം മുഖത്ത് നോക്കി പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ വീട് തൃശ്ശൂരല്ലേ, ഞാൻ വീട്ടിൽ വന്ന് ഒരു ദിവസം എല്ലാം കേട്ടോളാം. പോരച്ഛാ, ഞാൻ അങ്ങോട്ട് വരികയാണ്, മോള് ഡോക്ടറാണ്, പറഞ്ഞു അച്ഛ അപ്പം പോകരുത്, ഇപ്പോൾ വേറൊരു സാധനം കൂടി വന്നിട്ടുണ്ട്, ഒമിക്രോണാണ്, വേറെ അങ്ങനത്തെ ഒരു സാധനം കൂടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് അപ്പം പോകരുത്. പുള്ളി പറഞ്ഞു, പറ്റിയാൽ എനിക്ക് പോകണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഞാനായിരുന്ന ആശ്രമത്തിലേക്ക് മനുഷ്യൻ വരികയാണ്, മകളുണ്ട്, മകനുണ്ട്, പിന്നെ ഒരു ആങ്ങളെയും കൂടിയൊക്കെ വന്നിട്ടുണ്ട്. ഇവരെല്ലാം കൂടി വന്നു. ഞാനിങ്ങനെ അത്ഭുതത്തോട് നോക്കിയാണ്, അച്ഛ അവിടെ ഇരിക്കും, നീ കുറച്ച് കാര്യം പറയാനുണ്ട്. അച്ഛ ഞാൻ കണ്ടച്ഛ, ഞാൻ കണ്ട്. എന്ത് കണ്ട്? എൻ്റെ അച്ഛ, ഞാൻ നരകം കണ്ട്. നിങ്ങൾ നരകം കണ്ടിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, കണ്ടിട്ടുണ്ടോ? ആ, ഞാൻ നരകം കണ്ടു, ശുദ്ധീകരണ സ്ഥലവും കണ്ടു. എൻ്റെ അച്ഛ അവിടെ കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് എൻ്റെ ചങ്ക് പൊളിയാണ് അച്ഛ, എനിക്ക് ഒന്നുകൂടി കുമ്പസാരിക്കണം. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് അച്ഛാ. എന്തേ? അതെ, ഞാൻ അന്ന് ഈ മരിക്കാൻ പോണ അവസ്ഥയൊക്കെ അച്ഛൻ അറിയാലോ, ഓക്സിജൻ ലെവൽ താന്നു പോണ. ആ പോണ സമയത്ത് ഞാനൊരു രംഗം കണ്ട അച്ഛാ. എന്ത് രംഗം? അച്ഛാ, എൻ്റെ ഡെഡ് ബോഡി വീട്ടിൽ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. വ്യാപാര സമുദായമൊക്കെ ഒക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ബിസിനസ്സൊക്കെ മനുഷ്യനാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്, ഫോട്ടോയൊക്കെ ചോദിച്ചു വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ പെണ്ണുമ്പോൾ അവിടെ ഭാര്യ അവിടെ നിന്ന് കരയുന്നുണ്ട്. ഇതാ നോക്കുമ്പോൾ അതാ അങ്ങേയറ്റുന്ന ഒരു സ്ത്രീ വരികയാണ്. ആ സ്ത്രീ വെള്ള വസ്ത്രം, നോക്കുമ്പോഴാണ് ദേ ഇതുപോലെ നീല അങ്കി. ദേ ഇങ്ങോട്ട് നോക്ക്. ഞാൻ കണ്ട് ആ സ്ത്രീയുടെ മുഖം ഞാൻ കണ്ടച്ച. അവൾ നേരെ വന്നത് എൻ്റെ ശവപ്പെട്ടിയുടെ അടുക്ക് വന്ന് എൻ്റെ മകള് അവിടെ കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുകയാണ്. അവളുടെ അടുക്കിലേക്ക് വന്നിട്ട് അവളുടെ ശിരസിൽ ഇങ്ങനെ തലോടുകയാണ്. 3 പ്രാവശ്യം തലോടി കഴിഞ്ഞപ്പോൾ ആ സമയം ഞാൻ കണ്ണു തുറന്നു, ഞാൻ പിന്നെ ഒന്നും കണ്ടില്ല. ആ സമയം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അഞ്ജു മാതാവ്, അഞ്ജു. ഞാൻ ചോദിച്ചേട്ടാ ഇതാണ് സംഭവം. ഞാൻ ചോദിക്കാൻ എനിക്ക് ആ സിസ്റ്ററിനോട് പറഞ്ഞു, എന്താണ് ഈ സംഭവം? അഞ്ജു മാതാവ്, അഞ്ജു മാതാവ്. എൻ്റെ അച്ഛ, അഞ്ജു എൻ്റെ മോളാ. ആ വന്നതാരാ? മാതാവ്. നമ്മളിവിടെ കൊരട്ടിമുത്തി മുതൽ തവല് ആൾക്കാർ തപ്പി അടക്കമാണ്. ചേട്ടൻ പറഞ്ഞു, അച്ഛാ അതെ, മാതാവിനെ കണ്ടു. ആ അമ്മ വന്ന എനിക്ക് വേണ്ടി മാധ്യസ്ഥി അയച്ചു വെച്ചാൽ അന്നേരമാണ് ഞാൻ കണ്ണു തുറന്നത്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് ഒന്നുകൂടി കുമ്പസാരിച്ചിട്ട് പോവുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആ സിസ്റ്ററും കുടുംബവും ഒക്കെ ഇതുപോലെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ മനുഷ്യനെ, മരണാവസ്ഥ കിടന്ന മനുഷ്യനെ പൊക്കിയെടുത്തു എന്നുള്ളതാണ്. ഒരു കാര്യം എന്ന് പറയാം, അന്ന് ആ സിസ്റ്ററിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൂരത്തിൻ്റെ മേലുള്ള ക്രിസ്തുവിൻ്റെ അധികാരം, മഹത്വം അന്ന് അവിടെ വെളിപ്പെട്ടു എന്നുള്ളത്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ, ഈ വചനം ശ്രവിക്കുന്ന ആരായിക്കോട്ടെ, ലോകമെമ്പാടിരിക്കുന്ന ഓരോ മകനും മകളും ഈ നിമിഷം നിങ്ങളുടെ വലതുകരം ശിരസിൽ വെച്ച് ഏത് മാറാവ്യാധിയുമായിട്ട് വിഷമിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, ആരുമായിക്കൊള്ളട്ടെ, ഹോസ്പിറ്റൽ ആയിക്കൊള്ളട്ടെ, ഏത് സ്ഥലത്തും ആയിക്കൊള്ളട്ടെ, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഈ നിമിഷം ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ജീവിത പങ്കാളിയെ, ഈ മകനെ, ഈ മകളെ സുഖപ്പെടുത്തണമേ. ഈ മകന്റെ തടസ്സങ്ങൾ വിട്ടുപോട്ടെ, മാറാവ്യാധികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ അനുഗ്രഹം ഈ നിമിഷം അത്താരിൽ ഈശോ ഇറങ്ങി വന്ന് ആ മകനെ, ആ മകളെ സുഖപ്പെടുത്തട്ടെ.
രണ്ട് കരമുയർത്തി ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ നിമിഷം സംഭവിക്കട്ടെ. കാനാനിലെ കല്യാണ വീട്ടിൽ സംഭവിച്ചതുപോലെ, ശതാധിപന്റെ വീട്ടിൽ സംഭവിച്ചതുപോലെ, രാജസേവന്റെ മകന് സംഭവിച്ചതുപോലെ ഈ നിമിഷം ഈശോ ഇറങ്ങി വന്ന ആ മകനെ, ആ മകളെ, നിന്റെ പ്രിയപ്പെട്ടവളെ, മക്കളെയൊക്കെ ഈ നിമിഷം സൗഖ്യപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ന് കൂടെ വന്ന ആ മകള് പിന്നീട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ആൽബമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അന്ന് ആൽബത്തിൽ അഭിനയിക്കാനായിട്ട് പെൺകുട്ടി വന്നു. ആ ആൽബത്തിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ചിലർക്ക് സംശയം, ഈ പെൺകുട്ടി സിസ്റ്ററാണോ എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റർ അല്ല, സിസ്റ്ററിൻ്റെ ഉടുപ്പിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ചെന്ന് ചോദിക്കച്ചാ അവൾക്ക് സിസ്റ്ററാകാൻ വല്ല ആഗ്രഹം ഉണ്ടോ എന്ന്. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല, MSc B.Ed ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ഏകദേശം ഒരു വിവാഹ ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രിയമുള്ളവരെ, പിന്നീടൊരു സുപ്രഭാതത്തിൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇടപെടുകയാണ്. അവൾ ഇന്ന് മിണ്ടാമഠത്തിലാണ്. കാരണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗം അവൾക്ക് അങ്ങനെ ഒരു വരദാനം കൊടുത്തു എന്നുള്ളതാണ്. ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നത് ഏത് സാഹചര്യത്തിലായിരിക്കാം. അന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന മോശയുടെ അടുക്കിലേക്ക് സ്വർഗം ഇറങ്ങി വന്ന ആ നിമിഷം കർത്താവ് മോശയെ സ്വന്തമാക്കിയായിരുന്നു. ഇപ്പോൾ ഈ നിമിഷം നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നീ ഏത് സാഹചര്യത്തിലുമായിക്കൊള്ളട്ടെ, കർത്താവ് നിന്നെ സ്വന്തമാക്കും. കാരണം നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരസ്പരം ഒന്നുകൂടി പറയാം. കരച്ചിൽ നിർത്തൂ, കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അതെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ അന്ധനായിരിക്കുന്നത്? ഒരു വിഷയം നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മൾ ഈ ചോദ്യം എടുത്തു കഴിഞ്ഞാൽ പറയാം, എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് എൻ്റെ മകന്, എൻ്റെ മകൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക്, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നൽകുന്ന വളരെ മനോഹരമായ ഉത്തരമുണ്ട്. കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ പ്രവൃത്തികളിൽ ഈ മകനിൽ, ഈ മകളിൽ, ഈ കുടുംബത്തിൽ പ്രകടമാകാൻ വേണ്ടിയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിനക്കിതുപോലൊരു ചോദ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ആ ചോദ്യം നിന്നെ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തോ, കർത്താവ് നിനക്ക് നൽകുന്ന ഈ രാത്രിയിൽ ഉത്തരം ഇതാണ്. അത് കർത്താവിൻ്റെ പ്രവൃത്തികൾ, കർത്താവിൻ്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ പ്രകടമാകാൻ വേണ്ടിയാണ്. ഞാൻ പട്ടം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട്, അതായത് കുട്ടികളെയൊക്കെ കണ്ടെത്തി സഭയിലേക്ക് കൊണ്ടുവരണം. ഞാനൊരു CMI സന്യാസ വൈദികനാണ്. അപ്പം അന്ന് പ്രോവിൻസ് എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം പോയിട്ട് ഇതുപോലുള്ള കുട്ടികളെ കണ്ടുപിടിക്കുകയാണ്. അപ്പം ഞാൻ പല സ്കൂളുകളിലും കോളേജിലൊക്കെ ഇങ്ങനെ പോയി. ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർമാരുൾപ്പെടെ പറഞ്ഞു, അച്ഛാ അതെ ഇവിടെ ഒരു കുട്ടിയുണ്ട്, അവൻ അച്ഛനാകാൻ മിടുക്കനാകും, നല്ല ഐശ്വര്യം കേട്ടോ, നന്നായിട്ട് പ്രാർത്ഥിക്കും, അച്ഛൻ അവനെ കണ്ടോ, മിക്കവാറും അവൻ അച്ഛൻ്റെ കൂടെ പോരും. അവസാനം എന്നെ കണ്ടു പരിചയപ്പെട്ടു. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായി ഇവൻ ഒറ്റ മോനാ. ഞാൻ ചെന്ന വഴിക്ക് എന്നെ അമ്മ പറഞ്ഞു, അച്ഛാ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, ഇവനിങ്ങനെ അച്ഛനാവണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവൻ്റെ ടീച്ചേഴ്സും കൂട്ടുകാരൊക്കെ പറയുന്നത് ഇവൻ അച്ഛനാവുന്നു. എൻ്റെ അച്ഛാ ഒറ്റ മോനാ കേട്ടോ. ഇവൻ പോയാൽ പിന്നെ ഞങ്ങളുടെ കാര്യമായിരുന്നു നോക്കും. പെട്ടെന്ന് ഈ കുട്ടി, അത് ശരി അമ്മേ, ഞാൻ പോയാൽ നിങ്ങളുടെ കാര്യം ഈശോ നോക്കിക്കോളും, മിണ്ടാണ്ടിരിക്കടാ. മുതിർന്നവർ പറഞ്ഞൊരു സമയത്ത് നീ സംസാരിക്കണത്. അച്ഛാ ഉള്ള കാര്യം, ഇവൻ പോയാൽ ഞങ്ങളുടെ കാര്യം നോക്കാൻ ആരുമില്ല. അപ്പോൾ കുട്ടി വീണ്ടും, അമ്മേ ഞാനല്ലേ പറഞ്ഞത് നിങ്ങളുടെ കാര്യം ഈശോ നോക്കുമെന്ന്. സംസാരിച്ച് കൂടുതൽ മനസ്സിലായി ഇവന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ക്യാമ്പൊക്കെ ഉണ്ട്, ഓണത്തിന് ക്രിസ്മസിനൊക്കെ ഉണ്ട്, നീ അതൊക്കെ ഒന്ന് കൂട്, നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അങ്ങനെ പോന്നു. അങ്ങനെ ഇവന് ഓണത്തിന് ക്രിസ്മസിനൊക്കെ ക്യാമ്പ് കൂടി. അവസാനത്തെ ക്യാമ്പിന് വന്നപ്പോൾ ഈ പറഞ്ഞേ, എൻ്റെ അച്ഛാ എനിക്കൊരു വിശുദ്ധനായൊരു വൈദികനാണ്, അതുമാത്രമല്ല സാധിക്കുമെങ്കിൽ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് വേണം മിഷൻ പ്രവർത്തനം നടത്താൻ. അപ്പം ഞാൻ ഇവൻ്റെ ആഗ്രഹമൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ എടാ, ഞങ്ങളുടെ CMS സഭയ്ക്ക് ഇങ്ങനെ ഒത്തിരിയേറെ മിഷൻ രൂപതകളൊക്കെ ഉണ്ട്, നിനക്ക് അങ്ങോട്ടൊക്കെ പോകാം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ ഏതെങ്കിലും ഒരു മിഷൻ രൂപതയിൽ പോയാൽ മതി. അവസാനം ഇവൻ്റെ വീട്ടിൽ ചെന്നു. ഇവൻ്റെ അപ്പനോടും അമ്മയോടും പറയണമല്ലോ. ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛാ എനിക്കറിയാം അച്ഛൻ വന്നതിനാന്ന്, ഇവൻ പോയാൽ ഞങ്ങളുടെ കാര്യം ആര് നോക്കും? ഉടനെ കൊച്ച്, അമ്മേ നിങ്ങളുടെ കാര്യം ആര് നോക്കും? ഈശോ നോക്കും.
ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ ഇങ്ങനെ പറയും, മകൻ ഇങ്ങനെ പറയും, ഈശോ നോക്കൂ ഈശോ നോക്കൂ. അവസാനം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഇപ്പോൾ 10ാം ക്ലാസ്സല്ലേ ആയുള്ളൂ, ഒരു +2 ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നീ തീരുമാനിക്കുക, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛാ എനിക്ക് ഇപ്പം തന്നെ ചേരണം. എടാ നിന്നോടല്ലേ പറഞ്ഞു, നീ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ആര് നോക്കും? അവസാനം ഞാൻ അമ്മയും മോനെ ആശിപ്പിച്ച് പറഞ്ഞു, എന്തായാലും നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങ്, എല്ലാം ദൈവം ക്രമീകരിച്ചോളും. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് ഒരു 2 വർഷമായിട്ട് അങ്ങനെ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു. ആ 2ാമത്തെ വർഷമാണ് ഈ പയ്യനെ പരിചയപ്പെടുന്നത്. പക്ഷേ ഇവനെ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉപരിപഠനത്തിനായിട്ട് ബാംഗ്ലൂർക്ക് പോയി. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ, ഈ പയ്യനെ വിളിക്കുന്ന, അച്ഛാ ഞങ്ങളിവിടെ അങ്കമാലി ലിറ്റി ഫ്ലവർ ഹോസ്പിറ്റലാണ്, ഇവിടെ വരാൻ കാരണം എൻ്റെ അപ്പനെ അണലി കടിച്ചു. അപ്പം ഞാനും അമ്മയും ഉണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കണം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. ഏകദേശം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ സൗഖ്യം പ്രാപിച്ചെന്നുള്ളതാണ്. പിന്നീട് എന്നെ വിളിച്ചത് അമ്മയാണ്. അമ്മ വിളിച്ചിട്ട് പറയണം, അച്ഛാ ദേ അപ്പനാണലി കടിച്ച വിവരമൊക്കെ അച്ഛൻ അറിയാമല്ലോ, പ്രാർത്ഥിച്ചതിന് പ്രത്യേകം നന്ദി, അപ്പൻ സൗഖ്യം പ്രാപിച്ചു. ഇപ്പം ഞങ്ങൾ 2 പേരും ഇവിടെ ഉണ്ട്, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ ചോദിച്ചു, എന്തേ? അതേ ഞങ്ങളുടെ മകൻ അവൻ ഇതുവരെ കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല. എന്ത് പറ്റി? അതറിയാൻ പാടില്ല, ടെസ്റ്റിന് കൊണ്ടുപോവുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ കഴുത്തിന് താഴെ ഈ പയ്യൻ കംപ്ലീറ്റ് തളർന്നുപോയി. ഇവനെ പാമ്പൊന്നും കടിച്ചിട്ടില്ല കേട്ടോ, ഇവൻ അപ്പന് കൂട്ടു നിൽക്കുകയായിരുന്നു. വർഷം പലതും കടന്നുപോയി. ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ, ആ സമയം ഞാൻ കാനഡയിലാണ്. അന്ന് യുവതിവാക്കന്മാരുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു. ആ സംഗമത്തിൽ ഒരു പയ്യനെ പരിചയപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചത് മനസ്സിലായി, ഈ കുട്ടിയുടെ വീടിൻ്റെ അടുത്താണ് അവൻ്റെ വീട്. ഞാൻ ചോദിച്ചോടെ ഇവനെ അറിയോ അച്ഛാ? ആ തളർന്നുപോയ കുട്ടിയല്ലേ? അച്ഛാ അവൻ ഇപ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ, അവൻ്റെ മുഖത്ത് എന്തൊരു ഐശ്വര്യം എന്നറിയാം, അവൻ എപ്പോഴും പ്രാർത്ഥിക്കും, പക്ഷെ അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നല്ല മിടുക്കൻ പയ്യൻ. ഞാൻ പറഞ്ഞു, നീ ഇനി നാട്ടിൽ പോകുമ്പോൾ അവനെക്കുറിച്ച് അറിയുമ്പോൾ എന്നോടൊന്നൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞു പോയി. അത് ആ സമയം എന്ന് പറയുന്നത് നോമ്പുകാല സീസൺ കൂടിയായിരുന്നു. ഈസ്റ്റർ കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ യുവാവ് എൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ എന്ത് കാര്യമാടാ? അത് അന്ന് അച്ഛൻ ചോദിച്ചില്ല ഒരു കുട്ടിയെക്കുറിച്ച്. എന്തേ? അത് അച്ഛാ ഈ നോമ്പ് കാലത്ത് അവിടെ അങ്കമാലി സൈഡിൽ ഒരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. ഡൊമിനിക് വാളമൻ അച്ഛനാണ് നടത്തിയത്. അന്ന് ആ സമയത്ത് ഇവൻ്റെ മാതാപിതാക്കന്മാർ നാട്ടുകാരെ കൂടി ഇവനെ കട്ടിലിൽ എടുത്തുകൊണ്ട് പോയിട്ട് ആ കൺവെൻഷൻ പന്തലിൽ കിടത്തി. ആ ധ്യാനത്തിൻ്റെ ആ കൺവെൻഷൻ്റെ 3-ാം ദിവസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുമാറ് തളർന്നു പോയ മനുഷ്യൻ എഴുന്നേറ്റു എന്നുള്ളതാണ്. ഒന്ന് ശക്തമായി കൈയടിക്കാവോ? ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ കരച്ചു നേർത്ത് കണ്ണീർ തുടയ്ക്ക്, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും, നിന്റെ ഭാവി പ്രത്യാശ ഭരിതമാണ്. പക്ഷേ കുറച്ച് സമയം എടുത്തു കേട്ടോ. ചിലപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പലതും പ്രാർത്ഥിക്കും, ഉത്തരം കിട്ടിയാല. അപ്പം നമുക്ക് ദൈവത്തോട് ദേഷ്യം വരും, വെറുപ്പ് വരും. പ്രിയമുള്ളവരെ, ദേഷ്യവും വെറുപ്പൊക്കെ സ്വാഭാവികമാണ്. നിന്റെ ദൈവത്തോട് നീ കലഹിച്ചോന്നേ, നിനക്ക് പരാതികളുണ്ടോ, നീ പറയൂ ദൈവത്തോട്. നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സിനേക്കാളും അടുത്താണ് നിന്റെ ദൈവം. അവൻ ഈ ആകാശങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല, അവിടെ ഇരിക്കുന്ന ബാവ തമ്പുരാനല്ല അവൻ. നിന്റെ ഒരൊറ്റ വാക്ക്, നിന്റെ ചിന്ത, പ്രവൃത്തി എല്ലാം അറിയാവുന്ന ഒരു ദൈവമാണ്, വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവമാണ്. ആ മോശയും അബ്രാഹവും തമ്മിൽ നമുക്കറിയാം ദൈവത്തോട് എന്താണ് അവർ കാണിച്ചത്, വളരെ വ്യക്തിപരമായിട്ടാണ് സംസാരിക്കുന്നത്. അബ്രാഹം പറഞ്ഞില്ലേ, ദൈവമേ ഒരു 50 പേര്, അതിലൊരു നീതിമാന്മാർ, 50 നീതിമാന്മാർ ഈ നാട്ടിലുണ്ടെങ്കിൽ നീ അവരെ നശിപ്പിക്കോ? ഇല്ല, ഞാൻ നശിപ്പിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് അബ്രാം സംസാരിക്കുന്നുണ്ട്, ദൈവമേ ഒന്നും തോന്നല്ലേ, ഒരു 40 പേര്, 30 പേര്, എന്നോട് ഒന്നും തോന്നല്ലേ, ഒരു 20-10. ദൈവത്തോട് സംസാരിക്കുന്ന വിധമാണ്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിച്ചുകൂടാ? അന്നും ഇന്നും ജീവിക്കുന്ന ഒരേ ദൈവം തന്നെയല്ലേ, ആ ദൈവത്തോട് നീ സംസാരിച്ചോ? മോശ പറയുന്നില്ലേ, കാരണം ദൈവം തന്നെ കലിപ്പേർ നിൽക്കുകയാണ്. ഇവന്മാരെ എല്ലാം രക്ഷപ്പെടുത്തി മരുഭൂമി കൊണ്ടുവന്നിട്ട് അപ്പോൾ കാണിക്കണല്ലേ, പിറുപിറുക്കുവാണ് എനിക്കെതിരെ പിറുപിറുക്കുന്നു. ശരിയാ, നമ്മളിടയ്ക്കിടയ്ക്ക് പിറുപിറുക്കും. അപ്പം ദൈവം പറഞ്ഞു, ഞാൻ എല്ലാത്തിനും ഇവിടെ വെച്ച് ശരിയാക്കും കേട്ടാ. അപ്പം മോശ പറയും, ദൈവമേ നീ എന്ത് മണ്ടത്തിലാണ്, ഇവന്മാരെയല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ട് നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ നിന്നെക്കുറിച്ച് നാട്ടുകാരെന്ത് പറയും? ആണോ, ശരിയാണോ? എന്നാ വേണ്ട. നോക്കി ദൈവം എത്ര പെട്ടെന്ന് മനസ്സ് മാറ്റുന്നത്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടല്ലോ, അപ്പം മാറ്റിക്കളയും. ഹെസക്കിയ രാജാവ് എന്ത് ബഹളായിരുന്നു, കാരണം പ്രവാചകൻ നീ മരിക്കും കേട്ടാ, നിന്റെ ഭവനത്തെ നീ ക്രമീകരിക്കണം. ഇത് വചനത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്, നിന്റെ ഭവനത്തെ ക്രമീകരിക്കണം. ആ മനുഷ്യൻ പേടിച്ചു പോയി, കാരണം നീ ഉടനെ മരിക്കും. അവൻ എങ്ങോട്ട് തിരിയാനാ? നോക്കിയപ്പോൾ ഒരു ഭിത്തിയിലേക്ക് നോക്കിക്കരഞ്ഞു.
നമുക്ക് തിരിയാനൊരു ഇടമുണ്ടെന്നേ. ഇയാൾ താരാ, ഇവിടെ ദിവികാരൻ്റെ നാദം വരും, നീ അങ്ങോട്ട് നോക്കി കരയും. ആ മനുഷ്യൻ കരഞ്ഞത് ഇങ്ങനെയാണ്: ദൈവമേ, എത്ര ആത്മാർത്ഥമായിട്ടും വിശ്വസ്തനും കൂടിയാണ് ഞാൻ നിന്റെ സന്നിധിയിൽ വ്യാപരിച്ച് നീയെ ഓർക്കണമേ. പെട്ടുപോയി കർത്താവ്. അപ്പം തന്നെ അവൻ്റെ ആയുസ് 15 വർഷം നീട്ടിക്കൊടുത്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹെസക്കിയ ശരിയായിരുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടി ആത്മാർത്ഥതയോടുകൂടിയാണ് വ്യാപരിച്ചത്. ഒന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സ്ത്രീ ആയിക്കോട്ടെ, കർത്താവിൻ്റെ മുമ്പിൽ ചങ്ക് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചങ്ക് പൊട്ടി വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രാർത്ഥനയാണ്. സ്വർഗത്തിൻ്റെ സന്നിധി നിന്റെ ഒരു പക്ഷേ കലിപ്പായിരിക്കാം, നിന്റെ വിഷമമായിരിക്കാം, നിന്റെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻസ് ആയിരിക്കും, എന്തുമായിക്കൊള്ളട്ടെ, നീ അങ്ങോട്ട് തുറന്ന് പറയുക. ദൈവം കേൾക്കാൻ തയ്യാറാണെന്നേ. ഇവിടെ ഈശോയെ ഇപ്പം നമ്മൾ ആരാധനയ്ക്കായിട്ട് എഴുന്നള്ളിച്ച് വെക്കും. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം, ദൗർഭാഗ്യങ്ങളുടെ മേല് ക്രിസ്തുവിന് അധികാരമുണ്ട്. നിന്റെ ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളുടെ മേല് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. നിന്റെ ജീവിതത്തിൽ എന്ത് പ്രസിദ്ധിയുമായിക്കൊള്ളട്ടെ, നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു കാര്യം ഡോൺ ബോസ്കോ പുണ്യം പറയുന്നുണ്ട്: മക്കളെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കണം കേട്ടോ. കാരണം നരകം സത്യമാണ്. നമുക്കൊരു ജീവിതമുണ്ട്. ഈ ജീവിതം എങ്ങനെയെങ്കിലൊക്കെ അവസാനിപ്പിക്കാനുള്ളതല്ല, വിശുദ്ധിയിലും വിശ്വസ്തയോടും ജീവിക്കാനുള്ളതാണ്. തമ്പുരാന്റെ സന്നിധിയിൽ കുറ്റമറ്റവരായിട്ട് ജീവിക്കാനുള്ളതാണ്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗം നിന്റെ മുമ്പിൽ ഇറങ്ങി വരും. അവിടെ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരും. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നേ. ഈ ഇടയ്ക്കാണല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പ, നമുക്കറിയാം, ഒരു കൊച്ചുകുട്ടിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയായിരുന്നു. മറ്റാരുമല്ല, കാർലോ അക്വിറ്റീസ്. അവൻ്റെ ഉള്ളിലേക്ക് ആ ഈശോടുള്ള സ്നേഹം കൊടുത്തത് ആരാ? അവൻ്റെ വീട്ടിൽ വേലയ്ക്ക് വന്ന ബിയാറ്റ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. പോളണ്ടുകാരിയാണ്. നമ്മളൊക്കെ ഇടയ്ക്ക് പറയാറില്ലേ, എന്താ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നതെന്ന്, ചില സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, സ്വന്തം അപ്പനും അമ്മയ്ക്കും ഈശോയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ കാർലോ അക്വിറ്റീസിന്റെ. പക്ഷേ അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ, അവൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിച്ചത് ഈശോയുടെ സ്നേഹമാണ്. ഇന്ന് കത്തോലിക്ക സഭയിൽ ഒരു ഫ്രീക്കൻ സെയിന്റ്, ദിവികാരനെ അപ്പസ്തോലൻ എന്ന് വിശേഷിപ്പിക്കുന്നവനാണ് ഈ കാർലോ അക്വിറ്റീസ്. കാരണം ഈശോയെ സ്നേഹിച്ചു, പ്രണയിച്ചു. അവൻ്റെ കയ്യിലൊരു കുറിപ്പടി ഉണ്ടായിരുന്നു കേട്ടോ, വളരെ മനോഹരമാണ്. അത് വിശുദ്ധിയുടെ കൂട്ടാണ്. നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ദൈവം എങ്ങനെയൊന്ന് വിശുദ്ധനാകാൻ പറ്റുന്ന ആഗ്രഹമുണ്ട്, പറ്റുമോ? അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധിയുടെ കൂട്ട്. നമുക്കറിയാം, ഓണക്കാലത്ത് നമുക്ക് കിട്ടും എന്ത്? ഓണക്കിറ്റ്. പിന്നെ കർക്കിടക മാസത്തിൽ കിട്ടും എന്ത്? കർക്കിടക കിറ്റ്. വിശുദ്ധി പ്രാപിക്കാനുണ്ടല്ലോ, ഇവൻ്റെ കയ്യിലുള്ള കിറ്റ് നല്ലതാണ്. അതുകൊണ്ട് പറഞ്ഞുതരാം, മറ്റൊന്നുമില്ല. ഒന്ന്, നോട്ട് മീ ബട്ട് ഗോഡ്. എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുക. കിട്ടുന്ന സമയമല്ല കർത്താവേ മഹത്വം, നന്ദി കർത്താവേ, നിനക്കല്ല, ഞങ്ങൾ ആർക്ക് കൊടുക്കാനാണ്? നിനക്ക് മാത്രം മഹത്വം ഇരിക്കട്ടെ, കൊടുക്ക്. അവിടെ വിശുദ്ധിയുടെ 1-ാം പടി. 2, ഈശോയെ അങ്ങോട്ട് സ്നേഹിക്കുക. ഇതല്ലേ ചാവറപ്പിതാവ് പറഞ്ഞത്, നിങ്ങളെ തന്നെ തിരുക്കുടുംബം പ്രതിഷ്ഠിക്കുക, ആ സക്കരാരിൽ നിൽക്കുന്ന ഈശോയെ ആവോളം സ്നേഹിക്കുക. ആ ഈശോ അങ്ങോട്ട് തീവ്രമായിട്ട് സ്നേഹിക്കുന്നേ. അൽഫോൻസാമ്മ എന്താ ചെയ്തേ? മോളെ, നീ എന്ത് ചെയ്യണത്? ഞാൻ സ്നേഹിക്കുകയാണ്. ആ സഹനത്തിൻ്റെ പാരമ്യത്തിലോളം പറഞ്ഞ് ഞാൻ സ്നേഹിക്കുകയാണ്. ഈ കൊച്ചിനോട് പറഞ്ഞു, മോനെ, നിനക്ക് ബ്ലഡ് ക്യാൻസർ അല്ലേ, എന്തുമാത്രം സഹിക്കണത്? എൻ്റെ ഈശോയെ, ഈ സഹനമൊക്കെ ഉണ്ടല്ലേ, എനിക്കെന്ത്? ഞാൻ ഇതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുകയല്ലേ? കാരണം എന്നെക്കാളും സഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാനിതെല്ലാം എൻ്റെ ഈശോയ്ക്ക് കൊടുക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സഹനങ്ങളെല്ലാം, അന്നത്തെ മാർപ്പാപ്പയാണ് ബെനഡിക്ട് 16, ആ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം, ഈ കുഞ്ഞു പറയാണ്, ആ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഞാൻ എൻ്റെ സഹനം കാഴ്ചവെക്കുകയാണ്. എങ്ങനെയുണ്ട്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വരുമ്പോണ്ടല്ലോ, അതൊക്കെ ഈശോയ്ക്കൊന്ന് കാഴ്ചവെക്കുക. പറ്റുമെങ്കിൽ ഇങ്ങനെ മാർപ്പാപ്പയ്ക്ക് അല്ലെങ്കിൽ സഭയുടെ നിയോഗത്തിനോട് കാഴ്ചവെക്കുക. ഈ കുട്ടിയെ നോക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ജപമാല ഇവൻ്റെ എപ്പോഴും ഉണ്ട്. അത് മാത്രമല്ല, ആഴ്ചയിലേക്ക് കുമ്പസാരിക്കും. ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല. അത് മാത്രമല്ല, ദിവ്യഗാനുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളൊക്കെ ശേഖരിച്ച് യൂട്യൂബിൽ കൊണ്ട് അപ്ലോഡ് ചെയ്ത് അവൻ ഇന്ന് ലോകം മുഴുവനും എവിടെയെല്ലാം ദിവ്യഗാന അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട്, അതെല്ലാം ശേഖരിച്ച് ജനത്തിന് മുമ്പിലേക്ക് ദിവ്യഗാനെ സാക്ഷ്യമായിട്ട് മാറി. അതുകൊണ്ടാണല്ലോ അവനെ വിളിക്കുന്നത് ദിവ്യഗാൻ അപ്പസ്തോലൻ എന്ന്. പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കും. പാവപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ടെങ്കിലോ അവരെയൊക്കെ സഹായിക്കും. നമുക്കറിയാം, ഇവൻ മരിച്ചു കിടന്ന സമയത്ത് ഇവൻ്റെ ഡെഡ് ബോഡി ചുമക്കാൻ വന്നത് മറ്റാരുമല്ല, കാർലോ അക്വിറ്റീസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്ന പിച്ചക്കാരാ, ഭിക്ഷയയച്ചുന്ന മനുഷ്യരാ. മനുഷ്യത്വം ഉണ്ടാവണം. മിക്ക പ്രവാചകന്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. ദൈവമേ, ഒരു കർഷകൻ ചോദിക്കണം, ദൈവമേ, എങ്ങനെയാണ് നിന്നെ ഞാനൊന്ന് പ്രീതിപ്പെടുത്തുന്നത്? നിനക്ക് എന്താ വേണ്ടേ? 1000-കണക്കിന് 10,000-കണക്കിന് കോലാടുകൾ വേണോ? അത് എണ്ണപ്പുഴ തന്നെ ഒഴുക്കണോ? അത് എൻ്റെ ഏകമനെ ബലിയായിട്ട് സമർപ്പിക്കണോ? കർത്താവ് പറയണേ, എൻ്റെ പൊന്നു മോനെ, ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞ്? ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഞാൻ നിന്നിൽ സംപ്രീതനാകുന്നത്. നീ ഒരു കാര്യം ചെയ്താൽ മതി. 1, ദൈവത്തോടൊപ്പം നടക്ക് വിനീതനായിട്ട്. 2, കരുണ കാണിക്കുക. 3, നീതിപൂർവ്വം പ്രവർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ കരുണ കാണിച്ചാൽ, കുറ്റമറ്റവനായിരുന്നാൽ, ദൈവത്തോടൊപ്പം വിനീതനായി ചരിച്ചാലുണ്ടല്ലോ,
സ്വർഗത്തിൻ്റെ മഹത്വം ഇറങ്ങി വരും. ഈ കുട്ടിയുടെ ഈ വിശുദ്ധിയുടെ കിറ്റുണ്ടല്ലോ, മനോഹരമാണ്. അത് സാധാരണ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ കിറ്റ് നമ്മുടെ കൂടെ കൊണ്ടുവന്നിട്ട് പ്രിയമുള്ളവരെ, ഈ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ട ആ യോഹന്നാൻ്റെ സുവിശേഷങ്ങളൊക്കെ ഒന്ന് കൊണ്ടു നടന്ന് മനസ്സിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാവി പ്രത്യാശഭരിതമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ കാനയിലെ കല്യാണ വിരുന്ന് വെള്ളം വീഞ്ഞാക്കി ഈശോ നിൻ്റെ ജീവിതത്തെ തൊടും. കർത്താവ് തൊട്ട വസ്തുവും വ്യക്തിയൊന്നും വിശുദ്ധമായിട്ടോ ദൂരത്തിൻ്റെ അധികാരമുള്ള യേശുവിൻ്റെ നാമം നീ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നീ പ്രാർത്ഥിക്കുക. നീ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നീ എവിടെയായിരുന്നോടെ നീ അനേക കാര്യം കൂടി പ്രാർത്ഥിക്കുക. സ്വർഗം കേൾക്കുന്നേ. സമയത്തിൻ്റെ മേൽ ക്രിസ്തുവിന് അധികാരമുണ്ട്. ആ സമയം അത് കർത്താവിൻ്റെ സമയമാണ്. അത് കർത്താവ് കേട്ടോളും, അവൻ പ്രവർത്തിച്ചോളും. ആ ഗെത്സമേനി രാത്രി ഈശോ പ്രാർത്ഥിച്ചില്ലേ, തമ്പുരാനെ പറ്റുമെങ്കിൽ ഈ മുള്ളെടുത്ത് മാറ്റണമേ, ഈ പാനപാത്രം എടുത്ത് മാറ്റണമേ. നമ്മുടെ പ്രാർത്ഥനകളാണ്. ക്രിസ്തു അങ്ങനെ തന്നെയല്ലേ പ്രാർത്ഥിച്ചത്. പക്ഷെ അവസാനം പറഞ്ഞു, പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. മാതാവ് പ്രാർത്ഥിച്ചില്ലേ, ഉത്തരം കിട്ടിയല്ലോ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേലൊരു സഡൻ ഗ്രാറ്റിഫിക്കേഷനാണ്. അബ്രഹാം പ്രാർത്ഥിച്ചു, കിട്ടിയത് 25 വർഷം കഴിഞ്ഞിട്ടാണ്. അത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാണ്. പൗലൂസ്ലിയെ പ്രാർത്ഥിച്ചു, തമ്പുരാനെ ഈ മുള്ളെടുത്ത് മാറ്റിയില്ല. പകരം പറഞ്ഞത് നിനക്കെൻ്റെ കൃപ മതി. മോശ പറഞ്ഞു, ഞാൻ വിക്കനാണ്, ആ വിക്കെടുത്ത് മാറ്റിയില്ല. പകരം അഹ്റോനെ കൊടുത്തു. നീ ചോദിക്കുന്നതല്ല ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷേ ഈശോ പ്രാർത്ഥിച്ചില്ലേ അവസാനം, തമ്പുരാനെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ എപ്പോൾ ഏത് നിമിഷം ഇങ്ങനൊരു പ്രാർത്ഥന ചെല്ലുന്നുവോ പിന്നെ നിന്നെ ആർക്കും തോപിക്കാൻ പറ്റിയല്ല. പിന്നെ ഒരു രോഗവും നിന്നെ കാർന്ന് ഇനിയല്ല, ഒരു പരാജയവും നിന്നെ വിഷമിപ്പിക്കുകയില്ല. കാരണം എല്ലാം എൻ്റെ അപ്പൻ്റെ ഇഷ്ടം. അവിടെ കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഇറങ്ങി വരും. നിൻ്റെ പ്രത്യാശ ഭരിതമായിട്ട് മാറും, അനുഗ്രഹപൂർണ്ണമായിട്ട് മാറും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ ആരാധന മണിക്കൂറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു നിമിഷം 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്വർഗിന്നോളം നൽകിയ അനുഗ്രഹം നന്ദി പറയുന്നതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ കർത്താവിൻ്റെ സന്നിധി നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്നൊരു അനുഭവം നിനക്കുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്ക്. ദൈവമാരും ഇതിനായി സമാധാനത്തിൽ കഴിയുക. നിന്റെ കണ്ണീര് നീ തുടയ്ക്കുക, കരച്ച് നിർത്ത്. കാരണം നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കാരണം നിൻ്റെ ഭാവി പ്രത്യാശഭരിതമാണ്. കർത്താവേ, എന്നെ തൊടണമേ. വെള്ളത്തെ വീഞ്ഞാക്കി തമ്പുരാനെ എന്നെ തൊടണമേ. ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ഈശ്വര ഇഷ്ടം നിറവേറ്റുന്ന ഒരു മകനും മകളുമാക്കി എന്നെ മാറ്റണമേ. ഞാൻ വിശ്വസിക്കുകയാണ്, ഞാനുമായി ബന്ധപ്പെട്ട് എത്രയോ ഒരു ആൾക്കാരുള്ള ചുറ്റുപാടും അവർക്കെല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നിനക്ക് അധികാരമുണ്ട്, ദൂരത്തിൻ്റെ മേൽ നിനക്ക് അധികാരമുണ്ട്. ഈ നിമിഷം അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ അൾത്താരിൽ ഈശോ എഴുന്നള്ളി വരുമ്പോൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും, ദൂരത്തിൻ്റെ അധികാരമുള്ള ഈശോ നാമത്തെ. ഇതാ എണ്ണങ്ങളുടെ മേൽ ഈശോയ്ക്ക് അധികാരമുണ്ടല്ലേ. 5000 ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ നിന്റെ സമ്പത്തിനെ കർത്താവ് ഉയർത്തും. നിന്റെ ജീവിത പ്രശ്നങ്ങൾ കർത്താവിന് കൊടുക്ക്, അവൻ നിന്നെ വിശുദ്ധീകരിച്ചു തരും. ഇതാ പ്രപഞ്ച ശക്തികളുടെ അധികാരമില്ലേ. കൊറോണയും മഹാമാരിയും എല്ലാം കർത്താവ് എടുത്തു മാറ്റിയില്ലേ. തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ മീതെ നടന്നവന്, കടലിനെ ശാന്തമാക്കിയവന് ആ അധികാരമുണ്ട്. നീ വിശ്വസിക്കുക. നിർഭാഗ്യങ്ങളുടെ മേൽ കർത്താവിന് അധികാരമില്ലേ. നിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ദൈവത്താരിൽ ഈശോ എഴുന്നള്ളി വരുമ്പോൾ അതിനുള്ള ഉത്തരം നിനക്ക് കിട്ടും. കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ പ്രകടമാകാൻ വേണ്ടിയാണ്. ഇതാ പരിശുദ്ധ മൊഴിയെല്ലാം ചേർത്ത് വെക്കുക. ഈശോയുടെ ആദ്യത്തെ സക്രാരിയായ പരിശുദ്ധ അമ്മയുടെ ഉള്ളിലേക്ക് ഈശോ ഇറങ്ങി വന്ന പോലെ ഇതാ ഈ താരയിലെ സക്രാരിയിൽ പരിശുദ്ധ അമ്മയുടെ ഉള്ളിലേക്ക് ഈശോ ജീവൻ്റെ മന്നയായി ഇറങ്ങി വരാൻ പോവുകയാണ്. നമുക്കെല്ലാം ചേർത്ത് വെക്കാം. അമ്മേ മാതാവേ, ഇതാ ചാവർപിതാവിൻ്റെ വാക്കുകൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. തിരുകൂടപ്പത്തിന് നിന്നെ പ്രതിഷ്ഠിക്കാം. ഇത് ഈശോയുടെ ആരാധ്യമായ തിരുത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കാം. ഈശോയെ സമ്പൂർണ്ണമായി സ്നേഹിക്കാം, അവിടുത്തെ പ്രണയിക്കാം. യോസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥം അയച്ചുകൊണ്ട് നമ്മളെ തന്നെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ നാടിനെ, ദേശത്തെ, നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളെല്ലാം അമ്മയുടെ നിർഹൃദയം വഴിയായി, യോസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയം വഴിയായി ഈശോ ആരാധ്യമായ തിരുതിൽ ചേർത്ത് വെച്ച് ഈശോയെ ആരാധിക്കാം, ഈശോയെ സ്നേഹിക്കാം. അവിടുത്തെ തിരുഹൃദയം ഒഴുകുന്ന തിരുജലം, തിരുരക്തം നമുക്ക് ആവോളം പാനം ചെയ്യാം. അതുവഴി സ്വർഗത്തിൻ്റെ ഇഷ്ടം, ഈശോയുടെ ഇഷ്ടം, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ. നീ ഒരു പുതിയ സൃഷ്ടിയായി കർത്താവ് നിന്നെ രൂപാന്തരപ്പെടുത്തും. കാരണം നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. രക്ഷയുടെ അടയാളമായ കുരിശ് നമുക്ക് നേരിട്ട് വരിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി, പരിശുദ്ധി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക്